صنعة الباري وقل سبحان باريها. تأمل صنعة الباري وقل سبحان باريها. هنا ليل وأقمار، هنا شمس وأنوار. هنا ليل وأقمار، هنا شمس وأنوار. تأمل صنعة الباري. تأمل صنعة الباري وقل سبحان باريها. تأمل صنعة الباري وقل سبحان باريها. هنا سحب وأمطار، هنا بحر وأنهار. 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 تأمل صنعة الباري. تأمل صنعة الباري وقل سبحان باريها. تأمل صنعة الباري وقل سبحان باريها. هنا ليل وأقمار، هنا شمس وأنوار. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحم إن الله كان عليكم رقيبا ബഹുമാന്യനായ അധ്യക്ഷൻ, സ്നേഹ സമ്പന്നരായ പണ്ഡിതന്മാരെ, പിതാക്കളെ, മാതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കൊച്ചനുജന്മാരെ, അനുജത്തിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പകുതി വയർ പാട്ട്, ഒരു കുറച്ചു സമയം പ്രസംഗം, ബാക്കിയുള്ള സ്ഥലത്തേക്ക് ഇത് കഴിഞ്ഞാൽ ഒരു ഭക്ഷണവും തയ്യാറായിട്ടുണ്ട്. അതുകൊണ്ട് ആർക്കും വാച്ചിലേക്ക് നോക്കണമെന്ന് ആഗ്രഹമുണ്ട്. നോക്കാൻ പറ്റുന്നൊരു വാച്ച്, ക്ലോക്ക് ചുമരിലുണ്ട്. 12:45, 1:15 അതുകൊണ്ട് അല്പസമയം ഒരു ഫാമിലി ഗാദറിംഗ് ആണ്. ബഹ്റൈനിൽ താമസിക്കുന്ന വില്ലകളിലും ഫ്ളാറ്റുകളിലും കൊച്ചു റൂമുകളിലും കൊട്ടാര ജീവിതം നയിക്കുന്ന മലയാളി സഹോദരങ്ങൾക്ക് വേണ്ടി ഒത്തൊരുമിക്കുവാൻ, പരസ്പരം കാണുവാനും പരസ്പരം പരിചയപ്പെടുവാനും അതോടുകൂടി വിജ്ഞാനത്തിന്റെ ആമാശയത്തിന് അല്പം ഒരു നിറവ് സംഭവിക്കുവാനും അൽ ഫുർഖാൻ മനാമ സെന്ററിന്റെയും കൂടെ അതിന്റെ അനുബന്ധമായുള്ള പ്രവർത്തകരുടെയും ഒക്കെ കൂട്ടായ്മ കൊണ്ട് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ സാധാരണ പറയാറുള്ളത് പോലെ കൂടുമ്പോൾ ഇമ്പം, അതാണ് കുടുംബം. നമ്മളൊക്കെ ഒത്തൊരുമിച്ചിരിക്കുകയാണ് ഇവിടെ. അള്ളാഹു നമ്മളുടെയൊക്കെ ആത്മാക്കളെ പരസ്പരം ഇഷ്ടപ്പെടുവാനും ഒരുമിക്കുവാനും സ്നേഹിക്കുവാനും അള്ളാഹു നൽകിയ ഒരവസരമാണിത്. മതവിദ്യാഭ്യാസത്തിന്റെ അനിവാര്യത എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ബഹ്റൈൻ ഇസ്ലാഹി സെന്റർ, ഫുർഖാൻ സെന്റർ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുകയാണ്. എന്തിനാണ് അതിന്റെ ആവശ്യം? നമ്മളൊക്കെ അറിവുള്ളവരല്ലേ? പക്ഷേ പല കാര്യങ്ങളിലും നമ്മൾ അറിയുന്നത്, നമ്മളെക്കുറിച്ച് അറിവുണ്ട് എന്ന് നമ്മൾ ധരിക്കുന്നു. വേറെ എവിടെയെങ്കിലും ചെല്ലുമ്പോഴാണ് നമ്മളുടെ അറിവില്ലായ്മയെക്കുറിച്ച് നമ്മൾ അറിയുന്നത്. വളരെ ചുരുക്ക സമയത്തിനുള്ളിൽ
മുസ്ലിം സമൂഹത്തിൽ ഇന്ന് നിലവിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന അരക്ഷിതാവസ്ഥകളും എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ദുരിതങ്ങളും ദുരന്തങ്ങളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നും കുടുംബപരമായി എന്തൊരു സമീപനമാണ് പരിശുദ്ധമായ ഇസ്ലാം നമ്മുടെ മുന്നിൽ തുറന്നു തന്നിരിക്കുന്നതെന്നും മനസ്സിലാക്കുവാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. കുടുംബത്തിന്റെ ഒരു നല്ലൊരു ചുറ്റുപാടിലാണ് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞുകൂടുന്നത്. കുടുംബത്തിൽ വിവാഹം എന്നതിന് മുമ്പൊക്കെ പ്രയോഗിച്ചിരുന്ന പദം മാരേജ് എന്നായിരുന്നു. ഇന്നത് വെഡ്ഡിംഗ് എന്നായി മാറി. കൂടുതലൊന്നും പറയേണ്ടതില്ല. ബഡ് ചെയ്ത റബ്ബർ എന്ന് കേൾക്കാറുണ്ട്. അത് ഉണങ്ങാം, അത് തെഴുക്കാം. പറഞ്ഞ് എല്ലാ കുടുംബങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞ് തൽക്കാലം ഒരു കൂട്ടുകെട്ടുണ്ടാക്കുകയാണ്, മുന്നണി ബന്ധങ്ങളെ പോലെ. അതെപ്പോഴും പൊട്ടാം, തകരാം. 5 കൊല്ലം കഴിഞ്ഞാൽ മുന്നണി ഇങ്ങോട്ടാകാം, മുന്നണി അങ്ങോട്ടാകാം. ഇത്തരത്തിലുള്ള ഒരു താൽക്കാലിക കെട്ടുബന്ധങ്ങൾ താലികെട്ടുകളായി കുടുംബങ്ങളുടെ വിവാഹ ബന്ധങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് മതപരമായി, വ്യക്തിപരമായും, സാമൂഹികമായും, കുടുംബപരമായും അറിയേണ്ട ചില കാര്യങ്ങൾ അറിയണം എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി അറിവിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഉദ്ധരിക്കുന്ന കാര്യങ്ങളെ ബോധ്യപ്പെടുത്താൻ മലയാളി സംഘങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. മുസ്ലിം സമൂഹത്തിന് വേണ്ടി, നന്മക്കു വേണ്ടി, സംസ്കരണത്തിനു വേണ്ടി ആദ്യമായി അവതരിക്കപ്പെട്ട ഗ്രന്ഥത്തിന്റെ തുടക്കം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നാണ്. വായിക്കണം, പഠിക്കണം. നമ്മെ സംബന്ധിച്ചിടത്തോളം അറിവിന്റെ വില, വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നൊക്കെ മുമ്പ് കാലത്ത് സ്കൂളിൽ നിന്ന് കോപ്പി എഴുതിയിട്ടുണ്ട്. കോപ്പി എഴുതി എഴുത്ത് നന്നായി. ആ എഴുത്തുകൊണ്ട് ഉന്നത ഓഫീസിലൊക്കെ ജോലി കിട്ടി. നമ്മൾ അത്യാവശ്യം നല്ല ഒരു എത്തുമ്പോൾ വിദ്യാധനം എന്നത് ആ സർവധനാൽ പ്രധാനമാണ് എന്നത് മറക്കുകയും പൊതുവിൽ വിജ്ഞാനത്തെ നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള ഒരു താൽക്കാലിക ആയുധമായി മാറുകയും ചെയ്യുന്നു. അതല്ല വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം അത് അഭ്യാസമാകുമ്പോൾ വിദ്യാഭ്യാസമായി. വിദ്യക്ക് പോകുന്ന കുട്ടി സൈക്കിൾ ചെയിനുമായി കോളേജിൽ ചെന്നാൽ അത് വിദ്യാഭ്യാസമാണ്. മറ്റൊന്ന് വിദ്യാഭാസം. എന്റെ മകൻ 10 കൊല്ലം പഠിച്ചു, അവൻ ഇപ്പോൾ കുതിരവട്ടത്താണ് എന്ന് പറഞ്ഞാൽ അവൻ പഠിച്ചത് ഭ്രാന്താകാനായി, അങ്ങനെ അവൻ മോശക്കാരനായി. അപ്പൊ എന്താ? വിദ്യാഭാസമായി. നമുക്ക് ആവശ്യം വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസത്തിന് ഇറങ്ങിത്തിരിച്ചവൻ വിദ്യാർത്ഥിയാണ്, വിദ്യയോട് ആർത്തിയുള്ളവൻ. സ്കൂളിലേക്ക് ചോറ്റുപാത്രവുമായി പോകുന്നവൻ ഭക്ഷണത്തിന് താല്പര്യമുള്ളവെങ്കിൽ അവനെ ഭക്ഷണാർത്ഥി എന്ന് വിളിക്കാം. കളിക്ക് വേണ്ടി ഞാൻ കുട്ടികളും കൂടി ഉണ്ടായതുകൊണ്ടാണ് പറയുന്നത്. കളിക്ക് വേണ്ടി പോകുന്ന കുട്ടിയാണെങ്കിൽ അവനെ കളിയാർത്ഥി എന്ന് വിളിക്കാം. വിജ്ഞാനം ആഗ്രഹിച്ചു പോകുമ്പോഴാണ് നമ്മളൊരു വിദ്യാർത്ഥിയാവുക. ഇസ്ലാമിന്റെ വിജ്ഞാനത്തിന്റെ പ്രായം തൊട്ടില് മുതൽ കട്ടില് വരെയാണ്. എന്ന് പറഞ്ഞാൽ തൊട്ടിലിൽ തുടങ്ങി അവസാനം നമ്മളെയും ചുമന്ന ആളുകൾ പോകുന്നതിന്റെ മുമ്പുള്ള നിമിഷമുണ്ടല്ലോ, അതുവരെ നമ്മൾ പഠിക്കുകയാണ്. കാരണം അതിനെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് യർഫഉല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. അല്ലാഹുവിൽ വിശ്വസിക്കുകയും കൂടെ അതിനനുസരിച്ച് മതപരമായ കാര്യങ്ങളിൽ പഠനം നടത്തുകയും ചെയ്താൽ അല്ലാഹു അവരുടെ കാറ്റഗറി ഉയർത്തുമെന്നാണ്. നോക്കൂ നിങ്ങൾ, ഭൗതിക തലത്തിൽ ജീവിക്കുന്നവർക്ക് ഭൗതികപരമായി തന്നെയുള്ള ഉയർച്ച നൽകുകയും പരലോകത്തിൽ അതിന്റെ നന്മ പ്രദാനം ചെയ്യുകയും ചെയ്യുന്ന ഒരനുഗ്രഹം അല്ലാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കും എന്നാണ്. ഇത്തരത്തിലുള്ള കാറ്റഗറി ഇവിടെയും നമുക്ക് പ്രൊമോഷൻ ലഭിക്കണം, പരലോകത്ത് നമുക്ക് പ്രൊമോഷൻ ലഭിക്കണം. എന്തു വേണം? നമ്മൾ അറിവ് നേടണം. ഇപ്പോൾ ഇവിടെ ഫാമിലി ഗാദറിംഗ് ആയതുകൊണ്ട് ഫാമിലിയുമായി ബന്ധപ്പെട്ട മുസ്ലിം സമൂഹം അറിയേണ്ടുന്ന അറിവിനെ കുറിച്ച്, ധാർമ്മികതയെക്കുറിച്ച്, പാറി നടക്കും പറവകളൊന്നും വേളി കഴിക്കാറില്ലല്ലോ എന്ന് എഴുതുന്ന കവിക്കും വേണം വിവാഹം. പക്ഷെ അത്തരത്തിൽ ദൈവമില്ല എന്ന പുസ്തകം എഴുതി അതിന്റെ വിൽപ്പന കൂടാൻ അമ്പലത്തിലേക്ക് നേർച്ചയാക്കിയ ഒരു നാടാണ് നമ്മുടെ കേരളം, നമ്മുടെ നാട് എന്ന് പറയുന്നത്. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. കാരണമൊക്കെ എഴുതുന്നതും പറയുന്നതുമൊക്കെ അതുപോലെ തന്നെ മതനിഷേധത്തിന്റെയും മതനിരാസത്തിന്റെയും ഒക്കെ മേഖലയിൽ ഇത്തരത്തിലുള്ള അരക്ഷിതാവസ്ഥയിൽ നിന്ന് വളർന്നു വന്ന ഒരു രോഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, എയ്ഡ്സ് എന്ന മാരക രോഗം.
അക്വയർഡ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം. അതിന് നമ്മുടെ കേരളീയർ തന്നെ നൽകുന്ന ഒരു മലയാള അതിന്റെ നിർവചനമുണ്ട്. അവിഹിത ഇടപഴകലിന് ദൈവിക ശിക്ഷ എന്ന് എയ്ഡ്സിന് പറഞ്ഞ അതൊരു തെറ്റാണ് എന്ന് പറയാൻ ഒരാൾക്കും സാധ്യമല്ല. ഗ്രാമപത്രങ്ങളിൽ പോലും എഴുതി വെച്ചിരിക്കുന്നത് ധാർമ്മിക മൂല്യം മുറുകെ പിടിക്കുക, എയ്ഡ്സിൽ നിന്ന് രക്ഷ തേടുക എന്നാണ്. എന്താണ് ഈ ധാർമ്മികത? ആ ധാർമ്മികതയും ധർമ്മ മൂല്യത്തെയും പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. നോക്കൂ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. കൂടുമ്പോൾ ഇമ്പം, ആ ഒരു കുടുംബമാണ്. പടച്ച തമ്പുരാൻ പരിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ചത് അഹ്ല് എന്നാണ്. വളരെ ഒത്തൊരുമിച്ചിരുന്ന് നമ്മളൊക്കെ വ്യക്തിപരമായി ജീവിക്കേണ്ടവരല്ല, വ്യക്തിപരമായി നമ്മളെ പടച്ചതല്ല. ചിലരൊക്കെ പറയാറുണ്ട്, നമുക്കൊരു വീട്, ആ വീട്ടിലൊരു 2 കുട്ടി, അതേപോലെ തന്നെ ഇരിക്കാനൊരു സോഫ, മുന്നിലൊരു വാഹനം, ശമ്പളം എല്ലാം ആയിക്കഴിഞ്ഞാൽ നമ്മൾ പറയും ഇനി എനിക്ക് ആരും വേണ്ട, ഞാൻ മതി എന്ന്. ഒന്ന് തളർന്നു വീണാൽ മതി, മറ്റൊരാളെ നമ്മൾ സഹായത്തിന് വിളിക്കണം. എല്ലാവരുടെയും സ്ഥിതി അതാ. ഒന്ന് ഞരമ്പൊന്ന് തളർന്നാൽ നേർപകുതിയായിട്ടാണ് മനുഷ്യന് തളർച്ച സംഭവിക്കുന്നത്. നേർപകുതിയാണെന്ന് പറയാൻ കാരണം ഈ ഭാഗത്തെ കണ്ണടയുന്നു, ഈ ഭാഗത്തെ മൂക്കിന്റെ ദ്വാരമടയുന്നു, ഈ ചുണ്ട അടഞ്ഞു പോകുന്നു. നമ്മൾ വിചാരിക്കും അള്ളാഹു നമ്മൾ 2 പാർട്സ് ആക്കിയതിനു ശേഷം ഒരുമപ്പെടുത്തിയതാണോ? അത്തരത്തിൽ യാതൊരു രേഖ വെച്ചു, ഒരു സ്കെയിൽ വെച്ചു നോക്കിയാൽ പോലും വ്യത്യാസമില്ലാത്ത അവസ്ഥ കാണാൻ സാധിക്കും. അത്തരത്തിൽ മനുഷ്യൻ ചിന്തിക്കുവാനും പഠിക്കാനുമുള്ള സന്ദർഭം മുന്നിൽ അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ എത്തരത്തിലുള്ള കുടുംബങ്ങളാകണം. മക്കള്, വീട്ടുകാര് എന്ത് ചെയ്യണം? ഭക്ഷണം കഴിക്കണം, ഉറങ്ങണം, അല്ലെ? നഹാറൂക ബത്താനുൻ വലൈലുക നായിമുൻ വഐശുക യാ മിസ്കീനു ഐശുൽ ബഹായിമി. കവി ചൊല്ലുകയാണ്, നഹാറൂക ബത്താനുൻ, പകൽ മുഴുവൻ തിന്നുന്ന മനുഷ്യ, വലൈലുക നായിമുൻ, രാത്രി മുഴുവൻ കിടന്നുറങ്ങാം, അല്ലെ? ചിന്തിച്ചു നോക്കൂ. എന്നിട്ട് ചോദിക്കാം, യാ മിസ്കിൻ, പാവപ്പെട്ട മനുഷ്യ, നിന്റെ ജീവിതം ഒരു പോത്തുപോലെയുള്ള ജീവിതമല്ലേ? അല്ലെ? ഒരു കന്നുകാലിയെയും നമ്മളെയും ഒരു സ്ക്രീനിൽ പകർത്തിയാൽ എന്നിട്ട് നമ്മൾ തന്നെ ഒന്ന് വെച്ചു നോക്കുക, കന്നുകാലി നമ്മളും തമ്മിൽ എന്താ ഒരു വ്യത്യാസമുള്ളത്? പക്ഷെ അർത്ഥമുണ്ടാകണം. കന്നുകാലി നമ്മൾ രാവിലെ എഴുന്നേക്കുന്നു, കന്നുകാലി നമ്മളെ മുമ്പ് എഴുന്നേക്കും. കന്നുകാലിക്ക് അങ്ങനെ ടൈം എവിടുന്ന് അറിയണമെന്ന് അറിയില്ല, എന്തായാലും 5 മണിയാകുമ്പോഴേക്ക് റെഡിയാ. അങ്ങനെ എഴുന്നേറ്റ് കന്നുകാലി ഭക്ഷിക്കുന്നു. നമ്മൾ രാവിലെ എന്തെങ്കിലും ഒരു ബെഡ് കോഫി കുടിക്കുന്നു. അത് കഴിഞ്ഞ് കന്നുകാലി കുറച്ചു നേരം കിടക്കുന്നു. പിന്നെ കന്നുകാലി തിന്നാൻ വേണ്ടി എന്തെങ്കിലും പുറത്തു, നമ്മൾ തിന്നാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി ജോലിക്ക് പോകുന്നു. ഉച്ചക്ക് വരുന്നു, കന്നുകാലി ഒന്ന് വിശ്രമിക്കുന്നു, പുറത്തേക്ക് ഇറങ്ങുന്നു. അത് കഴിഞ്ഞ് 7 മണിയാകുമ്പോൾ 5 മണി 6 മണിയാകുമ്പോഴേക്ക് തിന്നു വരുന്നു. എന്താണ് തിന്നത്? ആരതാണ് തിന്നത്? എനിക്ക് പറ്റുന്നതാണോ വേണ്ടാത്തതാണോ വേറെ ആരുടെ അതിർത്തി എന്നോ അതൊന്നും കന്നുകാലി നോക്കുന്നില്ല. കിടന്നുറങ്ങുന്നു, പിറ്റേ ദിവസം എഴുന്നേക്കുന്നു, പോകുന്നു. പക്ഷെ ആ കന്നുകാലിയും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്താ? എനിക്ക് നാളെ എന്ന ഒന്നുണ്ട്, അതിന്റെ അപ്പുറത്ത് മറ്റൊരു നാളെയുണ്ട്. ഒരു നിരീശ്വരവാദിയായ ഡോക്ടറും ഒരു വിശ്വാസിയായ ഡോക്ടറും തമ്മിൽ കണ്ടുമുട്ടി. അദ്ദേഹത്തോട് ചോദിച്ചു, ശരി, ഡോക്ടർ പറഞ്ഞു, ഏയ് ഒന്നുമില്ല, മരണം ഉണ്ട്, എല്ലാവരും മരിക്കണ്ട്, മരണശേഷം ജീവിതമൊന്നുമില്ല, ഒന്നുമില്ല. ഒന്നുമില്ല, ശരി. മറ്റേ ഡോക്ടറോട് ചോദിച്ചു, നിങ്ങളുടെ അഭിപ്രായം എന്താ? മരണം യാഥാർത്ഥ്യമാണ്, മരണത്തിന് ശേഷം ഒരു കവാടം തുറക്കപ്പെടുന്നു, അല്ലെങ്കിൽ വിജയിക്കട്ടെ എന്ന ആകാശത്തേക്ക് മുഷ്ടി ചുരുട്ടുണ്ടല്ലോ, വിജയിപ്പിക്കണം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തോ ഒരു ടേ ഉണ്ടല്ലോ ഇങ്ങോട്ടോ, ഏത് വിശ്വാസമില്ലാത്തതിന് ടേ എന്ന് പറയാറുണ്ട്. രക്തസാക്ഷി മണ്ഡപങ്ങളിൽ പുഷ്പം അർപ്പിക്കാറുണ്ട്. മരിച്ചുപോയ മനുഷ്യൻ ഇനി എന്തിനാ പുഷ്പം എന്ന് ആരും ചോദിക്കാറില്ല. എന്തുകൊണ്ടാണ്? എന്തായാലും ഒരു ലോകം ആവശ്യപ്പെടുന്നു എന്നെല്ലാവരും ആഗ്രഹിക്കുന്നു. അങ്ങേയറ്റം കഠിനാധ്വാനം ചെയ്ത മനുഷ്യൻ പെട്ടെന്ന് മരിച്ചുപോയവനൊരു ലോകം വേണം, അല്ലെ? അപ്പൊ ഈ ഡോക്ടർ അങ്ങോട്ട് പറഞ്ഞു, ശരി, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. മുസ്ലിമായ ഡോക്ടർ ഈശ്വര വിശ്വാസി അല്ലാത്ത ആളോട് പറഞ്ഞു, ഞാൻ പറഞ്ഞതുപോലെയാണ്, നീ പറഞ്ഞതുപോലെയാണ് കാര്യമെങ്കിൽ എന്റെ കാര്യം റെഡി, മരണത്തിന് ശേഷം ഒന്നുമില്ല, പോട്ടെ. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെയാണ് നിന്റെ കാര്യമെങ്കിലോ, അതായത് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, ആ ജീവിതത്തിന് ശേഷം ചോദ്യമുണ്ട്, ആ ചോദ്യത്തിൽ സിട്ടാവ് നമ്മുടെ മുമ്പിൽ ചോദ്യാവലി നൽകും, ഉത്തരം പറയണം. ഉത്തരം ശേഷം കുട്ടികൾ ഇവിടെ പാടിയതുപോലെ സ്വർഗ പൂങ്കാവനത്തിലും തോട്ടം കത്തിയാളുന്ന നിറയും. ഇതുണ്ടെങ്കിൽ നിന്റെ ജീവിതം എന്താണ്? നീ പറഞ്ഞതുപോലെയാണ് എന്റെ ജീവിതത്തിന് പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഇതുപോലെ നിന്റെ ജീവിതം എന്താ? അദ്ദേഹം ചിന്തിച്ചു, അദ്ദേഹം പഠിച്ചു. ഇസ്ലാമിനെ കുറിച്ച് കൂടുതലായി ലോകത്തേക്ക് പഠിപ്പിക്കുവാൻ എഴുതുവാനും ഡോക്ടർ ഉസ്മാൻ കോയ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ കേരളക്കരയിൽ രംഗത്തു വന്നു. ചിന്തിച്ചു നോക്കുന്നു. ഇതുപോലെ ചിന്തിക്കുവാനും പഠിക്കുവാനുള്ള കഴിവ് നൽകിയിട്ടുണ്ട്.
അള്ളാഹു നമ്മളെ കുറിച്ച് പഠിപ്പിച്ചതാണ്. ഇപ്പൊ നോക്കൂ നിങ്ങൾ, കുടുംബം, ഈ നമ്മൾ ഒത്തുകൂടി, ഈ ഒത്തുകൂടിയ നമ്മളോട് പടച്ചതമ്പുരാന്റെ കൽപ്പന എന്താണ്? വളരെ യാഥാർത്ഥ്യത്തോടുകൂടി നമ്മളെ അറിയുന്ന, നമ്മളുടെ എല്ലാ കാര്യങ്ങളെ കുറിച്ചും വ്യക്തമായി അറിയുന്ന സൃഷ്ടാവ് നമ്മളെ പഠിപ്പിക്കും. യാ അയ്യുഹന്നാസു തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലീമു അലൈക്കും റഖീബാ. ഈ മനുഷ്യരെ, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണം. അവനാ നിങ്ങളുടെ സിട്ടാവിനെ നിങ്ങൾ സൂക്ഷിക്കണം. നമ്മൾ കുറെ ജീവിച്ച് തിന്ന് വൈകുന്നേരം കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് പോയി പെട്ടെന്നൊന്ന് കുഴഞ്ഞു വീണാൽ നമ്മൾ എന്തിനിവിടെ വന്നു? നമ്മൾ ജീവിച്ചു, കുറെ നടന്നു, കുറെ ഓടി, അവസാനം നമ്മൾ എവിടെ എത്തുന്നു? എഴുന്നേറ്റ കട്ടിലേക്ക് തന്നെ എത്തുന്നു. അന്ന് പല്ലില്ല, അവസാനം 90 വയസ്സാകുമ്പോഴും പല്ലില്ല. അന്ന് ചെവി കേൾക്കണില്ല, അവസാനം ചെവി കേൾക്കണില്ല. അന്ന് എഴുന്നേറ്റ് നടക്കാൻ കഴിയണില്ല, അവസാനം 90 വയസ്സാകുമ്പോഴും കഴിയുന്നില്ല. വല അസല. മനുഷ്യന്റെ ആയുസ്സും കാലമൊക്കെ എടുത്തു നോക്കിയാൽ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യൻ തീരാ നഷ്ടത്തിലാണ്, ഒന്നും നേടിയിട്ടില്ല. നമ്മൾ കുറെ അധ്വാനിച്ചു, കുറെ ബാങ്കിലിട്ടു, കുറെ ഉണ്ടാക്കി, എല്ലാം റെഡിയാക്കി വെച്ചു. അത് നമ്മളുടേതാണ്. ഇവിടെ നമ്മുടെ ആത്മാവ് അവസാനിച്ചു പോയാൽ അന്യന്റേതായി, എന്റേതാക്കാൻ ഒരു നിവൃത്തിയില്ല, അന്യന്റേതായി മാറി. നമ്മളുടെ സമ്പത്ത് ഒരൊറ്റ സെക്കൻഡ് മതി. ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിന്റെ ഉടമയുടെ അക്കൗണ്ടിലേക്ക് നീങ്ങാൻ ഒരു സെക്കൻഡ് മതി. ചെറിയൊരു വേദന ഇവിടെ വന്നാൽ മതി, ഇത്രേ ഉള്ളൂ. അപ്പൊ ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ച മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്ത് നഷ്ടം സംഭവിക്കാൻ? എന്താണ് വിശ്വസിച്ചത്? ലോകത്തിനൊരു സൃഷ്ടാവുണ്ടെന്ന്. അതാണ് പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യരെ, തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹു തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും, എന്ന് മിൻ നഫ്സിൻ വാഹിദ, അതുപോലെ തന്നെ ഒരു ആത്മാവിൽ നിന്ന്, ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും നിങ്ങളെ സൃഷ്ടിച്ചു. വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറ, കുറെ ആണുങ്ങളെയും കുറെ സ്ത്രീകളെയും ഭൂമുഖത്തവൻ പടച്ചുണ്ടാക്കി. വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. അതോടൊപ്പം തന്നെ കുടുംബ ബന്ധങ്ങളെ കുറിച്ച് ചോദിക്കപ്പെടും. ഇപ്പോൾ ഈ ബന്ധങ്ങളൊക്കെ എന്താ? ഈ ബന്ധങ്ങൾ നമ്മൾ ആലോചിച്ചാൽ ഈ ബന്ധത്തിനൊരു യാഥാർത്ഥ്യവുമില്ല. ഉണ്ടോ? ഭൗതികപരമായി ചിന്തിച്ചാൽ ഈ ബന്ധത്തിന് എന്ത് യാഥാർത്ഥ്യം? കുട്ടികളെങ്ങനെ പിടിച്ചുകൊണ്ടുപോകുമ്പോ, പഠിച്ചോനെ ഈ മക്കളെ വളർത്തിണ്ടാക്കിയിട്ട് വല്ല ഉപകാരമുണ്ടോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അന്ന് രാത്രിക്കത്തെ ചോറ് സ്റ്റോപ്പ് ചെയ്യും. നമ്മൾ ഒരു ഉപകാരമല്ല. മറ്റേ അയൽപ്പക്കത്തെ ഫ്ലാറ്റിലെ മകൻ ഉപ്പനിട്ട് പോയി, അതേപോലെ നീയും ആവൂലേ? പിന്നെ ഒരു സംശയമായി, ശരിയാ, അപ്പൊ ഭക്ഷണം ഇന്ന് രാത്രി ഞാൻ തരാം. പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോ തോന്നുക ഉപകാരത്തിൽപ്പെടില്ല, എന്നാ ഇന്ന് ചായ ഇല്ല. പിന്നെ ഉച്ചയാകുമ്പോ തോന്നുകയാണ് ശരി. പക്ഷേ ഇങ്ങനെയാണോ നിലനിൽക്കുന്നത്? അല്ല. കുട്ടിയോട്, ആ കുട്ടിയെ പോലെ തന്നെയാണല്ലോ നമ്മളും വളർന്നത്. പടച്ചതമ്പുരാന്റെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് 40 വയസ്സാവുമ്പോൾ മാതാപിതാക്കളോട് എനിക്ക് താല്പര്യമുണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുന്ന. എന്താ സുഹൃത്തെ, 40 വയസ്സാവുമ്പോ മാതാപിതാക്കളോട് സ്നേഹം കാണിക്കണം എന്ന് നമ്മൾ ചിന്തിക്കാൻ കാരണം, 40 വയസ്സാവുമ്പോ നമുക്കൊരു മകനുണ്ട്. ആ മകൻ ഏകദേശം ഒരു 15-18 വയസ്സായി കാണും. ആ 18 വയസ്സായ മോൻ നമ്മൾ പറയുന്നത് കേൾക്കാതിരിക്കുമ്പോ നമുക്ക് തോന്നും, മോനെ എന്ന് വിളിക്കുമ്പോ എന്താ എന്ന് ചോദിക്കുമ്പോ, ഇവനെന്താ ബുഷിനെ വിളിച്ച പോലെ ഇങ്ങനെ ഇത്ര ഗൗരവമായിട്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കുക, ശരി, എന്നെ ഉപ്പ വിളിച്ചപ്പോഴും ഞാൻ ഇങ്ങനെ ആയിരിക്കുമല്ലോ അല്ലെ മറുപടി നൽകിയത്. അപ്പൊ എന്റെ ഉപ്പക്ക് എത്ര വിഷമം ഉണ്ടായി കാണും. പടച്ചോനെ, എന്റെ ഉപ്പനോട് നല്ലൊരു സമീപനം ഉണ്ടായുള്ള മനസ്സ് എനിക്ക് തരണേ. അതാ 40 വയസ്സിന്റെ കണക്ക് പറഞ്ഞു അല്ലെ. ഈ ബന്ധങ്ങളെയൊക്കെ പടച്ചതമ്പുരാന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. ചെറിയ കുഞ്ഞുങ്ങളോട് കരുണ കാണിക്കാത്തവനും വലിയവരെ ബഹുമാനിക്കാത്തവനും, വലിപ്പം കൊണ്ടല്ല പ്രായം കൊണ്ട് ബഹുമാനിക്കാത്തവനും എന്റെ കൂട്ടത്തിൽപ്പെട്ടതല്ല. എന്തുകൊണ്ടാവും പഠിപ്പിക്കേണ്ടിയെന്ന്? ചെറിയ കുട്ടികളോട് കരുണ കാണിച്ചിട്ട് എന്ത് കിട്ടാൻ? 3 വയസ്സ് വരെ ഉമ്മാന്റെ കുട്ടിയാ. 3 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾ കരഞ്ഞാ ഉപ്പമാരായ നമ്മൾ എന്താ പറയുക? എന്റെ കുട്ടി അതാ കരയണ എന്നാണ്. 3.5 വയസ്സ് 4 വയസ്സാവുമ്പോ നമ്മൾ പറയാ, എന്റെ കുട്ടി പോരെ, ഞാൻ ടൗണൊക്കെ ഒന്ന് കാണിച്ചു തരാം എന്നാണ് പൊതുവിൽ പറയാ. അത് ശരിക്കും ഒരു പിതാവിന് യോജിച്ചതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കൊച്ചോമനെ എടുത്ത് ഉമ്മ വെക്കുകയാണ്. 2 കവിളിൽ ഇങ്ങനെ ഉമ്മ വെച്ചോണ്ടിരിക്കെ ഒരാൾ കയറി ഒന്നുകൊണ്ട് ചോദിച്ചു, റസൂലേ, നിങ്ങൾ റസൂല് തന്നെയല്ലേ? ആ റസൂലാണ്. പിന്നെ എന്താ ഇങ്ങനെ ഉമ്മ വെക്കണേ? ഞാൻ ഉമ്മ വെച്ചു, എനിക്ക് 10 മക്കളുണ്ട്, ഞാൻ ഇന്ന് വരെ ഉമ്മ വെച്ചില്ല എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചു, നിന്റെ മനസ്സിൽ നിന്ന് കരുണ അള്ള എടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തരാനൊന്നും ആവില്ല, അത് അള്ളയും എന്നെ തീരുമാനിച്ചിട്ട് കിട്ടുമോ നോക്കുന്നു. കരളില്
കരുണയുണ്ടാകുമ്പോഴാണ് ചുംബിക്കുവാനും ഇഷ്ടത്തോടുകൂടി പെരുമാറുവാൻ. വലിയവരെ, പ്രായം ചെന്നവരെ ബഹുമാനിക്കുക. ഏതുപോലെ അല്ലെ? നമ്മുടെ ബോസിനെ ബഹുമാനിക്കും, കാരണം ആ ജോലി നിലനിൽക്കട്ടെ എന്ന് കരുതിയിട്ട്. അതേപോലെ നമ്മളുടെ മെയിൻ മുകളിലുള്ള മറ്റൊരു ഓഫീസറാണെങ്കിൽ നമ്മൾ ഓക്കെ താങ്ക് യു വെരി മച്ച് എന്നൊക്കെ പറയും. വാപ്പാനോട് ഇന്ന് വരെ അങ്ങനത്തെ ഒരു വർത്താനത്തിന്റെ പകുതി പറഞ്ഞു നോക്കിക്കോ, ഇല്ല, ഉണ്ടാവില്ല. നമുക്ക് തോന്നില്ല. ഇത്രയും 35 കൊല്ലം തന്ന ഉപ്പാക്ക് ഫോൺ അറ്റൻഡ് ചെയ്ത് വെക്കുമ്പോ ഉപ്പ നിങ്ങൾക്ക് നന്ദി, അള്ളാഹു നിങ്ങൾക്ക് ഹൈറ് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇല്ല. ഞാൻ വെക്കുക, അതിന്റെ മുമ്പ് വാപ്പന്നെ വെച്ചാണോ, കാരണം ദേഷ്യം പിടിച്ചിട്ട് അല്ലെ? ഈ സമീപനം എന്തുകൊണ്ടുവന്നു? അപ്പൊ ഈ ചില യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് മറന്നുപോവുകയും മുന്നിൽ വരുന്ന താൽക്കാലികമായ മായയാകുന്ന യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. ഈ അന്തരീക്ഷത്തിൽ നിന്നും മാറ്റമുണ്ടാകുന്നത് മതമാണ്. ഭാര്യയും ഭർത്താവും ജീവിക്കുകയാണ്, മക്കളില്ല. ആ മക്കളില്ല, ഉണ്ടാവുകയില്ലെന്ന് രണ്ടുപേർക്കും ബോധ്യപ്പെട്ടു. പിന്നെ ആ സ്നേഹം എന്താണ്? താങ്ങും തണലും മാത്രമായിട്ടാണോ? അല്ല, അതിന് ചില ഉത്തരങ്ങൾ മുന്നിൽ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ കഷ്ടപ്പെടുമ്പോൾ മതത്തെ നമ്മൾ ഉൾക്കൊള്ളും, മതവിദ്യാഭ്യാസത്തെ നമ്മൾ ഉൾക്കൊള്ളും. പക്ഷേ നമ്മളുടെ സുഖ ഐശ്വര്യങ്ങളിൽ മതവിദ്യാഭ്യാസങ്ങളെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ, അള്ളാഹുവിനെ നമ്മൾ ഓർത്താൽ, നമുക്ക് കഷ്ടപ്പാടുകൾ ഉണ്ടാകുമ്പോൾ അള്ളാഹു നമ്മളെ ഓർക്കും എന്നാണ് മതം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ കുടുംബത്തിന്റെ ഫാമിലി ഗാദറിങ്ങളിൽ ഒരുമിച്ച് കൂടിയ നമ്മൾ എന്താണ് മതപരമായി ആലോചിക്കേണ്ടത്? ഇസ്ലാമിക വിവാഹത്തിന്റെ കാഴ്ചപ്പാടുകൾ എങ്ങനെയാണ്? ഇപ്പൊ വിവാഹമാണ് ഒരു കുടുംബത്തിന്റെ തുടക്കം, വിവാഹമാണ്. ഈ വിവാഹത്തെ എങ്ങനെയാണ് കാണുന്നത്? ചില മതങ്ങളിലൊക്കെ ഉണ്ട്, വിവാഹം കഴിച്ചാൽ സ്നേഹം കുറഞ്ഞു പോകുമെന്ന് പറഞ്ഞിട്ട് വിവാഹം കഴിക്കാതെ നടക്കാറുണ്ട്. പലരും ഇങ്ങനെ അച്ഛന്മാരായി നിൽക്കാറുണ്ട്. അങ്ങനെ ഇസ്ലാമിൽ അങ്ങനെ ഒരു സന്യാസമല്ല പഠിപ്പിച്ചത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നിക്കാഹു മിൻ സുന്നതി, വിവാഹം എന്റെ ചര്യയാകുന്നു. റസൂലിന്റെ ചര്യയിൽപ്പെട്ടതാണ് വിവാഹം കഴിക്കുക. ഇനിയോ ഫമൻ റഗിമ അൻ സുന്നതി ഫലൈസ മിന്നി, വിവാഹം എന്ന ചര്യ എന്നെ ഇതുപോലെ തന്നെ സർവ്വചര്യകളെയും വെറുത്തവൻ എന്റെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടത്തിൽപ്പെട്ടാൽ വിവാഹം വിശുദ്ധമാണ്, വ്യഭിചാരം നിഷിദ്ധമാണ്. ആ ഒരു മാർഗത്തെ, ഇസ്ലാമികമായ വിവാഹങ്ങളെ കുറ്റപ്പെടുത്തുന്നവരുണ്ട്. 40ഉം 45ഉം കാമുകിമാരെ കൊണ്ടു നടന്ന വെളുത്ത വീടുകളെ കുറിച്ചുള്ള ചരിത്രങ്ങൾ പതിപ്പുകളായി പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ആർക്കും വിമർശിക്കാനില്ല. ഇസ്ലാമികമായ വിവാഹ ശൈലികളെ കുറിച്ച് വിമർശിക്കുന്നവരും കുറ്റപ്പെടുത്തുന്നവരുമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, വിവാഹത്തിന്റെ ഭൗതികപരമായ അന്തരീക്ഷങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താ മാറകന? മാരേജ് എന്നത് വെഡിങ് ആയി, അതിൻ്റെതായ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇസ്ലാമികമായ വിവാഹങ്ങൾക്കിടയിൽ ബന്ധങ്ങൾ നോക്കാറില്ല ആരും. താൽക്കാലികമായ എന്തോ ആണ്. അമേരിക്കൻ രാജ്യം എന്ന് വലിയ ആനയാണ്, ചേനയാണ് എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ വളരെ ഒരു വലിയ ഇതായിട്ട് തോന്നാറുണ്ട്. ശരി, 18 വയസ്സായാൽ ഒരു പെൺകുട്ടി ഒരു ആൺകുഞ്ഞിന്റെ കൂടെ ഓടിപ്പോയില്ലെങ്കിൽ ഉടനെ ആ പെൺകുട്ടിയെ മാനസിക രോഗ വിദഗ്ധന്റെ അടുക്കലേക്ക് കൊണ്ടുപോവുകയാണ്. കുട്ടിക്കെന്തോ തകരാറുണ്ട് എന്നാണ്. കാരണം ഓടിപ്പോയേക്കണം. 40ഉം 45ഉം കഴിഞ്ഞ വൃദ്ധ ദമ്പതികൾ എത്തുകയാണ്. എന്തിനു വേണ്ടിയാണ്? അവർക്ക് മരിക്കണം. അവർക്ക് ദയാവധത്തിന് അനുമതി തേടിക്കൊണ്ട് ചെല്ലുകയാണ്. ഞങ്ങൾക്ക് മരിക്കണം എന്നാണ്. അത്തരത്തിലൊരു ലോകത്തെയാണോ ഇസ്ലാം കാണുന്നത്? മറിച്ച് ഒരു മനുഷ്യൻ ഇത്രയും വില നൽകിയ ഒരു മതം ലോകത്തേതാണ് സുഹൃത്തെ കാണാൻ കഴിയുക? കുഞ്ഞ് ജനിക്കുന്നതിന്റെ മുമ്പേ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, ആ കുഞ്ഞിന്റെ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിന്റെ സംരക്ഷണം പിതാവ് നോക്കണം. മാത്രമല്ല, ആ കുഞ്ഞിന് ഉമ്മയാൽ ഉണ്ടാകുന്ന എന്തെങ്കിലും വിഷമം, മാനസിക വിഷമം കുട്ടി അനുഭവിക്കരുത്. ആ കുഞ്ഞ് ജനിച്ചാൽ 2 കൊല്ലം ഉമ്മ ആ കുഞ്ഞിന് മുലയൂട്ടണം എന്നാണ്, ആ കുഞ്ഞിനെ വളർത്തണം എന്നാണ്. പിതാക്കളോട് ഒട്ടിച്ചേർന്ന് നിന്ന് നല്ല കുട്ടികളാക്കി വളർത്താൻ. അത് കഴിഞ്ഞ് മരിച്ചാലും അതിന്റെ പിറകെ ആ ഖബർസ്ഥാനിലേക്ക് കൂടെ പോകുന്നവൻ എത്രയോ പ്രതിഫലമാണ്. കൊണ്ടുപോയി അവിടെ വെക്കുന്നു, ഖബർസ്ഥാനിൽ വെക്കുന്നു. അവിടെ വെച്ച് റബ്ബിനോട് ആ മയ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു, മണ്ണിട്ട് മൂടുന്നു. ശേഷം അവിടെ ഇടയ്ക്കിടെ സന്ദർശിക്കാൻ. ഒരു മനുഷ്യനെ മരിച്ചാൽ പോലും ആ വ്യക്തി ഒരു മയ്യത്തിനോടുള്ള ആദരവ് അനാദരവായി മാറുന്നില്ല, മറിച്ച് ആദരിച്ചു കൊണ്ടിരിക്കുകയാണ്. വീണ്ടും മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെ അള്ളാഹു വളർത്തിയുണ്ടാക്കുകയാണ്. ചിന്തിച്ചു നോക്കൂ. ഇത്രയും ഒരു മനുഷ്യന്റെ ശാസ്ത്രീയപരമായി കെമിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള നിഗമനക്കം അനുസരിച്ച് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു 9 ദ്വാരമുള്ള പൈപ്പ്, അത്രയേ ഉള്ളൂ. അത് നമ്മള് എന്ത് തന്നെ ആയാലും ഒരു 4 ഛർദിയൊക്കെ കഴിഞ്ഞു നമ്മുടേത്. കെമിസ്ട്രിയിൽ നമ്മുടെ മനുഷ്യന്റെ വില കഴിഞ്ഞു.
മറിച്ച് ആ ബോധരഹിതനായി കിടക്കുന്ന മനുഷ്യനും മനുഷ്യൻ എന്ന് വിളിക്കുന്ന മതം ഇസ്ലാം മാത്രമാണുള്ളത്. മറ്റൊന്നിന് സാധ്യമല്ല. കാരണം എന്താ? ഭൗതിക തലത്തിലെ അന്വേഷണം വെച്ചുകൊണ്ട്. അപ്പോൾ ഇസ്ലാം പഠിപ്പിക്കുന്ന നിയമം നോക്കൂ, നിങ്ങൾ വിവാഹം കഴിക്കണം. ഈ വിവാഹം മരിച്ചുപോയ കുഞ്ഞുണ്ണി മാസ്റ്റർ ഉണ്ടായിരുന്നു. കുഞ്ഞുണ്ണി മാസ്റ്ററോട് ഒരിക്കൽ ചോദിച്ചു പത്രക്കാരി, വിവാഹം കഴിച്ചു എന്നാണോ പറയേണ്ടത് അതോ പിന്നെ ചെയ്തു എന്നാണോ പറയേണ്ടത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, വിഷം കഴിച്ചു എന്നാണ് പറയാറുള്ളത്, അതുകൊണ്ട് ഞാൻ വേറൊന്നും ആലോചിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അത് തോന്നിയത് വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞാൽ വിഷം കഴിച്ചതിന് തുല്യമാണ് എന്ന അത്തരത്തിലുള്ള വീക്ഷണങ്ങൾ ഉണ്ടായവരുണ്ടായേക്കാം. പക്ഷെ പടച്ച തമ്പുരാന്റെ കൽപ്പന നോക്കൂ നിങ്ങൾ, ബൻകിഹുൽ അയാമാ മിൻകും വസ്സാലിഹീന മിൻ ഇബാദികും വഇമാഇകും അൻ യകൂനു ഫഖറാ യുഗ്നീഹിമുല്ലാഹു മിൻ ഫളിഹി. വിവാഹത്തിന്റെ ആവശ്യം എന്താ? വിവാഹത്തിന്റെ ആവശ്യം എന്താ? നമ്മുടെ കാസർഗോഡ് മുതൽ പിന്നെ തിരുവനന്തപുരം വരെയുള്ള പ്രദേശങ്ങളിലും മറ്റു ഭാഗങ്ങളിലും ഒക്കെ ഉള്ള ആളുകളുണ്ട്. സുഹൃത്തെ, എന്തിനാ നമ്മൾ കല്യാണം കഴിക്കണം? ഗൾഫിലേക്ക് പോരുന്ന തീരുമാനിച്ചിട്ടുണ്ട് ഒരു കല്യാണം. എന്തിനാ? ഗൾഫിക്ക് പോരാൻ വിസയൊക്കെ കിട്ടി റെഡിയായി, ട്രാവൽ ഏജൻസിന്റെ അടുത്ത് പോയി നോക്കി, 1.25 ലക്ഷം ഉറുപ്പ്യ വരും. എന്റെ അടുത്ത് 25 ഉണ്ട്, പാപ്പാന്റെ അടുത്ത് 10 ഉണ്ട്, ബാക്കി 85 കിട്ടാൻ എന്താ ഒരു മാർഗം? ഒരു കാനോത്ത് കഴിക്കുക. അതാണ് നമ്മുടെ വിവാഹമല്ല അള്ളാഹുവിന്റെ വിവാഹം. മനസ്സും തമ്മിൽ സ്നേഹിക്കുന്ന ആണും പെണ്ണും തമ്മിൽ നടക്കുന്ന വിവാഹമാണ്. ആണും പെണ്ണും തമ്മിൽ നടക്കുന്ന വിവാഹമാണ് വിവാഹമാവുക. ആണോ ആങ്ങളയുടെ വിസയും തരാമെന്നേറ്റ വിസയും തമ്മിൽ, ആണും സെൻട്രോ കാറും തമ്മിൽ, ആണും സ്കൂൾ പോസ്റ്റും തമ്മിൽ ഒക്കെ വിവാഹങ്ങൾ നടക്കാറുണ്ട്. പക്ഷെ അള്ളാഹു പഠിപ്പിച്ചത് വസ്വാലിഹീന മിൻ ഇബാദിഹി, അടിമകളുടെ കൂട്ടത്തിൽ നിന്ന് ഉത്തമരായ സ്വാലിഹായ. സുഹൃത്തെ, നമ്മളൊക്കെ ചിലരൊക്കെ പറയും വീടൊക്കെ കൊട്ടാരമാണ് അല്ലെ. കല്യാണമൊക്കെ കഴിഞ്ഞ് എല്ലാം ഗംഭീരമായി നാട്ടുകാരൊക്കെ പങ്കെടുത്ത് ഭയങ്കര സദ്യയൊക്കെ ആയി കഴിഞ്ഞു. പിന്നെ 6 മാസം കഴിഞ്ഞ് നാട്ടിൽ പോകാനൊന്നും ഒരു താല്പര്യമില്ല. ഒന്നും പോണില്ല. ഭാര്യന്റെ സൗന്ദര്യം കുറഞ്ഞോ? സൗന്ദര്യമൊന്നുമല്ല, വായിന്ന് വരുന്നത് ഫോണിൽ കൂടി തന്നെ താങ്ങാൻ കഴിയണില്ല. ഇനിയിപ്പോ ചെന്നാ താങ്ങാൻ കഴിയുമോ എന്നറിയില്ല. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ആ ഒരു പരിഹാരമാണ് മതം നമ്മളോട് നിർദ്ദേശിച്ചത്. ഇസ്ലാം എന്ന് പറഞ്ഞത് മിക്ക മുസ്ലിം സമൂഹത്തിലെ കുടുംബത്തിന് പറ്റുന്നത് ഗൾഫിൽ ജോലി ചെയ്യുന്ന, ഞാൻ ഗൾഫുകാരെ കുറ്റം പറയാന്ന് വിചാരിക്കരുത് കേട്ടോ, പലപ്പോഴും അങ്ങനെ ധാരണ വരാറുണ്ട്. അല്ല, നമ്മൾ തെറ്റുകൾ തിരുത്തുക. നമ്മൾ 28 30 വയസ്സ് പ്രായം ചെന്ന മുസ്ലിം ചെറുപ്പക്കാരൻ കല്യാണം അന്വേഷിച്ച് വധുവിനെ തരയുക 9ാം ക്ലാസ്സിന്റെ മുമ്പിലാണ് സ്കൂളിൽ. അപ്പൊ ഹെഡ്മാസ്റ്റർ പറയും 10ാം ക്ലാസ്സിന്റെ മുമ്പൊക്കെ ഒന്നുമില്ല, ഇന്നുണ്ടായിട്ട് പറയല്ല. അത്രത്തോളം എന്തിനേറെ പറയുന്നു. കോഴിക്കോട് ഫറൂഖ് കോളേജിലെ ലെക്ചറായിരുന്ന, അതുപോലെ പ്രൊഫസറായിരുന്ന, ഇപ്പൊ അദ്ദേഹം റിട്ടയർഡായി എന്ന് തോന്നുന്നു, പ്രൊഫസർ മുഹമ്മദ് സൻസാർ, അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരുപാട് പരാതികളുമായി വന്നതായിരുന്നു. അദ്ദേഹത്തെ ഇസ്ലാമിക നിർദ്ദേശത്തെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ അദ്ദേഹത്തെ സന്നദ്ധനാക്കിയത്. കാരണം മുസ്ലിം കുടുംബങ്ങളിൽ നിന്ന് കുടുംബ കലഹമാണ്. 100 കല്യാണം നടക്കുന്നുണ്ടെങ്കിൽ 95 ഓരോ ആഴ്ചയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഈ പ്രശ്നം ഉണ്ടാകുന്നു? അപ്പൊ അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു കുടുംബം വന്നു. അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ ഭാര്യ പറഞ്ഞു ഒന്നും കേൾക്കണില്ല, ഞാൻ പറയുന്ന ഒന്നും ഉൾക്കൊള്ളണില്ല, എന്താണെന്നറിയില്ല, ഒരു കുട്ടിന്റെ പോലെയാണ് മനസ്സ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തോട് വിശദമായി ചോദിച്ചു, എല്ലാം ചോദിച്ചിട്ട് ഭാര്യ എവിടെ എന്ന് ചോദിച്ചു. ഭാര്യയെ വിളിച്ചിരുത്തി. അദ്ദേഹം പിന്നെ ഭാര്യനോട് തോനെയൊന്നും ചോദിക്കാതെ നിന്നില്ല. അദ്ദേഹത്തിനെ വിളിച്ചു ചോദിച്ചു, നിനക്ക് എത്ര വയസ്സായി? എനിക്കിങ്ങനെ 28 വയസ്സായി. കുട്ടിക്ക് എന്തായി? കുട്ടിക്ക് 14 വയസ്സായി. 14 വയസ്സായ ഒരു കുട്ടിനെ കെട്ടിക്കൊടുന്നാ പിന്നെ കുട്ടിന്റെ പോലെ അല്ലേ ഇരിക്കുള്ളൂ, ഒരു വല്യമ്മാന്റെ പോലെ എനിക്ക് അങ്ങനെ പ്രതീക്ഷിക്കാൻ കഴിയുമെന്ന് ചോദിച്ചു. ഈ ഒരു അനുഭവം പ്രത്യേകിച്ച് മുസ്ലിം കുടുംബങ്ങളിൽ കലഹമുണ്ടാക്കുന്നു. എന്ന് പറഞ്ഞാൽ പരസ്പരം മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാവുന്ന അന്തരീക്ഷത്തെക്കാൾ നമ്മൾ മറ്റെന്തോ ആണ് വിചാരിക്കുന്നത്. ജീവിതത്തെ ഒരു റോസാപ്പൂ പോലെ കണ്ടുകൊണ്ട് സിനിമകളും അതുപോലെ തന്നെ സീരിയലുകളും നോവലുകളും വായിച്ച്, അതല്ല വിവാഹ ജീവിതം. കുടുംബ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ആണ്. നമ്മൾ പരസ്പരം ഉൾക്കൊണ്ടുകൊണ്ട് നോക്കൂ. നിങ്ങൾ ഇപ്പൊ റൂമില് ഓരോരുത്തരും ഓരോ സ്വഭാവം കാട്ടുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? നമ്മൾ 5 ആളുള്ള റൂമാന്ന് വിചാരിച്ചോളൂ. അതിൽ ഓരോരുത്തരുടെ സ്വഭാവം ഒന്ന് പുറത്തെടുത്ത് നോക്കട്ടെ. ഓരോ അസ്സലാമു അലൈക്കും, ഞാൻ എന്റെ പെട്ടി എടുത്തിറങ്ങിയാന്ന് പറഞ്ഞാൽ ആളൊരു വഴിക്ക് പോകും. ഇതൊന്നുമില്ല. സാറേ, വരുന്ന അന്നൊക്കെ എല്ലാവർക്കും ഒരു പ്രശ്നമൊക്കെ ഉണ്ടാവും. ഹോസ്റ്റലുകളിലൊക്കെ അങ്ങനെ തന്നെയാ. കട്ടിലൊക്കെ ഇടുമ്പോ ഇങ്ങനെ, എന്താ എന്റെ ഷർട്ട് ഇവിടെ തൂക്കിയിട്ടുള്ളത്, എന്തോ അങ്ങനെയെന്നൊക്കെ ചോദിക്കും. പിന്നെ ഒരു 5 ദിവസം കഴിഞ്ഞാൽ പറയും,
തലക്ക് ചവിട്ടാഞ്ഞാൽ മതി, വേറെ എന്ത് പ്രശ്നമല്ല. ഈ അഡ്ജസ്റ്റ്മെന്റ് എവിടെ നിന്ന് വന്നു? ഈ അഡ്ജസ്റ്റ്മെന്റ് ജീവിതത്തിൽ കാണണം. അത് നമ്മൾ ഇവിടെ നിലനിന്നു പോകാൻ കുറഞ്ഞ വാടകയിൽ ഒരു 5 ആള് നിന്ന് കിട്ടിയാൽ കുറഞ്ഞ വാടക അഡ്ജസ്റ്റ് ചെയ്യാലോ എന്ന് എഴുതിയിട്ടാണ്. മറ്റേത് അങ്ങനെ വിചാരിക്കുക അല്ലെന്ന് അഡ്ജസ്റ്റ് ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മർഅതു കല്ലിൽഇ, സ്ത്രീകൾക്ക് നല്ല സന്തോഷമായിരിക്കും, കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതും പറയാം. അൽ മർഅതു കല്ലിൽഇ, സ്ത്രീ ഒരു വാരിയെല്ലു പോലെയാണ്. കുന്നംകുളത്തിനടുത്ത് ഒരു നിക്കാഹിന് പോയി. അപ്പൊ അവിടുത്തെ ഒരു ഉസ്താദ് ആണ് നിക്കാഹ് നിർവഹിച്ചത്. അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ അദ്ദേഹം ഒരു ക്ലാസ് എടുക്കുമ്പോൾ ഖുതുബ പരിശീലന ക്ലാസ്സിൽ അദ്ദേഹം പറഞ്ഞു തന്നൊരു സംഭവമാണ്. അങ്ങേയറ്റം ദേഷ്യമുള്ള മൂക്കിന്റെ തലപ്പത്താണ്. പ്രത്യേകിച്ച് ചില ഏരിയകളിലൊക്കെ അങ്ങനെ. കുന്നംകുളത്തേരയിലെ ക്ഷമിക്കുക, കുന്നംകുളത്തേരെ കുറ്റം പറയല്ല. പൊതുവെ നമ്മളെ മുസ്ലിം സമൂഹത്തിന് തൊലാക്ക് മൂക്കിന്റെ അറ്റത്ത് വെച്ചാൽ നടക്കുക. ഇടക്കിടക്ക് അത് പുറത്തേക്ക് എടുക്കാറുണ്ട്. അത് 30 300 ഒക്കെ ആയിട്ട് പുറത്തു വരും. എത്രയാണ് നമ്മുടെ ദേശീയ അതിന്റെ പവർ അനുസരിച്ചാ വരിക. അത്തരത്തിൽ ഇങ്ങനെ ഒരു വിഷമമുള്ള മനുഷ്യൻ, എപ്പോഴും ദേഷ്യപ്പെടുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ നിക്കാഹിന് വിളിച്ചപ്പോ കുറെ ആളുകൾക്ക് വരാനൊരു താല്പര്യക്കുറവ്. ആരും ഒന്നും പറഞ്ഞില്ല. നിക്കാഹിന് ആള് കുറഞ്ഞു. പലരോടൊക്കെ ചോദിച്ചു, ഇങ്ങനെ എന്തേ നിക്കാഹിനൊന്നുമില്ല, നീയല്ലേ പിറ്റേ ദിവസം തലാക്കയില്ല, അതിനും വേണം ഞങ്ങൾ സാക്ഷി ഒപ്പിടാൻ നടക്കുക, അതുകൊണ്ട് നിങ്ങൾ വരാതിരുന്നതാണ് എന്നങ്ങനെ പറഞ്ഞു. ഖത്തീബിനോട് ഈ ശ്രദ്ധയപ്പെടുത്തിയിരുന്നു അദ്ദേഹം. അതുകൊണ്ട് ഈ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് പോയിന്റുകൾ പറഞ്ഞു. 20 കൊല്ലത്തോളം കഴിഞ്ഞ് ഖത്തീബ് ഈ മനുഷ്യനെ കണ്ടുമുട്ടി ടൗണിൽ വെച്ച്. കണ്ടപ്പോൾ ചോദിച്ചു, അല്ല എത്രയായി? ഇതിന്റെ അർത്ഥം എന്താ അറിയാം? എത്ര തൊലാക്ക് കഴിഞ്ഞ്, എത്ര കല്യാണം കഴിഞ്ഞു എന്നാ ചോദിച്ചേ. അദ്ദേഹം പറഞ്ഞു, ഇല്ല. കുഞ്ഞായി മൂല്യരും മങ്ങാട്ടച്ഛനും പറഞ്ഞ പോലെ ഉടനെ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഒരു വിവാഹമേ കഴിച്ചിട്ടുള്ളൂ, ഉഷാറായിട്ട് പോകുന്നുണ്ട്. അപ്പൊ എന്തേ അത്? നിങ്ങൾ അന്ന് ഖുതുബ പറഞ്ഞപ്പോ അൽ മർഅതു കല്ലിൽഇ, സ്ത്രീ ഒരു വാരിയെല്ല് പോലെയാണ് എന്ന് പറഞ്ഞ ഒരു വളവുണ്ടാവും. പൊതുവെ സ്വാഭാവികമായ സ്വഭാവങ്ങളിലൊക്കെ ഉണ്ടാവും. ആ വളവ് ഞാൻ അങ്ങനെ നിർത്താനായിട്ട് ഞാനൊരു എഞ്ചിനീയർ ആയിട്ട് ചെന്നിട്ടില്ല. എല്ലാം അങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്ന ഒരു സമീപനായതുകൊണ്ട് എന്റെ വാക്കുകൊണ്ട് തൊലാക്ക് വരരുത് എന്ന് ഞാൻ ആദ്യം തീരുമാനിച്ചിട്ടുണ്ട്. ആ ഒരൊറ്റ ഹദീസിന്റെ ബലത്തിൽ അങ്ങനെ പോകുന്നത്. ഇങ്ങനെ പോകണം. നമ്മൾ യാഥാർത്ഥ്യത്തെ നമ്മൾ ഭൗതികപരമായി മാത്രം കണക്കാക്കിയാൽ എന്തിനും ഒരു 2 ദിവസത്തെ അവധിയെ കാണുള്ളൂ. മറിച്ച് അവന്റെ അപ്പുറത്തേക്ക് കാണണം. അപ്പൊ പടച്ചതമ്പുരാന്റെ കൽപ്പന എന്ന് പറയുന്നത് ഏറ്റവും നല്ല വിഭവമായിരിക്കണം. ഭർത്താവിന് ഭാര്യയെയും, ഭാര്യ ഭർത്താവിനെയും. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് വിശ്വാസമില്ലേ? ആ റസൂലുള്ള പറയാണ്, അദ്ദുനിയാ മതാഉൻ വഖൈറു മതാഇദ് ദുനിയാ അൽ മർഅതു സ്വാലിഹ. ഇഹലോകം എന്ന് പറയുന്നത് ഏറ്റവും നല്ല വിഭവമാകുന്നു. നമുക്ക് ഏറ്റവും വലിയ വിഭവമാണ് ഇഹലോകം. ആയിക്കോട്ടെ, കുഴപ്പമില്ല. പരലോകത്തെ മറക്കാഞ്ഞാ മതി, പരലോകത്തെ മറന്നുപോകാഞ്ഞാ മതി. ഇഹലോകത്തിന്റെ ചിന്ത പരലോകത്തെ അതിന്റെ മുമ്പേ കാണണം. നമ്മൾ കുറച്ച് കാണാൻ പാടില്ല, പരലോകത്തെ കൂടി ഉൾക്കൊള്ളിക്കണം. കാരണം എന്തുകൊണ്ട് വാപ്പ പലതും പറയുമ്പോ മക്കളായ നമുക്ക് എന്തില്ല, അത് സാരല്ല എന്ന് തോന്നും. വാപ്പ പറയുന്ന കുറച്ചുകൂടെ ദീർഘദൃഷ്ടിയോട് കൂടിയാവും. മക്കളായ നമ്മൾ എന്തില്ല, അത്രയൊന്നും ചിന്തിക്കൂല. പിന്നെ കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മൾ ജീവിതമൊക്കെ അനുഭവിക്കുമ്പോ എന്ത് ചെയ്യും, അതറിയാറുണ്ട്. ഇപ്പൊ പലരും ഇവിടെ ജോലി ചെയ്യുന്ന നമ്മൾ മിക്കവാറും അഞ്ചൻ അവിടുന്ന് കത്തെഴുതിയാൽ തിരിച്ചങ്ങോട്ട് എന്താ എഴുതുക? അനുജൻ പറയും, ഞാൻ പോരുകയാണ്, യാതൊരു അപ്പീലില്ല, ഞാൻ ഇവിടുന്ന് ഉടനെ ഫ്ലൈറ്റ് കയറുകയാണ്, വിസ അയച്ചാലും വേണ്ട അയച്ചില്ലേലും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് കത്തെഴുതും. നമ്മൾ അങ്ങോട്ട് പൊന്നു മോനെ ഇവിടത്തെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത കത്ത് എന്തായാലും നമ്മളങ്ങോട്ട് എഴുതുക. കാരണം എന്ത്? പക്ഷെ തിരിച്ചു അഞ്ചങ്ങോട്ട് ചോദിക്കും, എന്ത് ഇക്ക എന്നാലും ഈ അവിടെ നിൽക്കണില്ലേ, എന്നാ അങ്ങോട്ട് പോന്നൂടെ? അല്ല, അങ്ങനെയല്ലടാ, ഗൾഫ് ഒരു വണ്ടിയല്ലേ, ആ വണ്ടി കയറിയാ പിന്നെ ഇറങ്ങണേ വലിയ പ്രയാസല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് എഴുതാറുണ്ട്. പക്ഷെ ഇത് യാഥാർത്ഥ്യം അറിയുന്ന നമ്മൾ മറ്റുള്ളവരെ നമ്മൾ ഉപദേശിക്കാറില്ല. ഇതുപോലെ യാഥാർത്ഥ്യങ്ങൾ അറിയുന്ന റബ്ബിന് ഇന്ന് നാളെ മറ്റന്നാൾ എന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ്, കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ദൂതൻ അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറയുന്നത്, വഖൈറു മതാഇദ് ദുനിയാ അൽ മർഅതു സാലിഹ. ഇഹലോകം ഏറ്റവും നല്ല വിഭവ സമൃദ്ധമാണ്. അതിലെ ഏറ്റവും നല്ല വിഭവം എന്താ? നമുക്ക് എന്തായാലും ബിരിയാണി എന്നാ നമ്മൾ പറയാ, അല്ലെ? നമുക്ക് ഏറ്റവും നല്ല വിഭവം എന്താ? ബിരിയാണി കഴിക്കണം, അല്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ബഹ്റൈൻ ഭക്ഷണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നോക്കൂ നിങ്ങള്, ഏറ്റവും നല്ല വിഭവമായി ഏറ്റവും നല്ല നമുക്കുള്ള വലിയൊരു ഖൈറായി റസൂലുള്ളാഹി പരിചയപ്പെടുത്തിയത് അൽ മർഅതു സ്വാലിഹ, സത്വൃത്തയായ, സൽചിന്തയുള്ള, സത്പ്രവർത്തനങ്ങളെ ആഗ്രഹിക്കുന്ന, നല്ലതു മാത്രം ചെയ്യുന്ന നല്ല ഒരു സഖിയെ തിരഞ്ഞെടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഉപദേശിക്കുകയാണ്. ഇത് ഞാൻ പറയുന്നത് വിവാഹം കഴിച്ചവരുണ്ട്,
കഴിക്കാനിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ടാവും. നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. മാത്രമല്ല, വിവാഹം ഒരുപാട് ചടങ്ങുകളായി മാറുകയാണ്. വിവാഹ നിശ്ചയം, ഒരു വിവാഹ നിശ്ചയത്തിന് എല്ലാവരും കൂടി കലണ്ടറൊക്കെ എടുത്ത് തീരുമാനിച്ചു. എല്ലാവരും തീരുമാനിച്ചൊക്കെ പിരിഞ്ഞ് കത്തൊക്കെ അടിച്ച് കല്യാണം പറയാൻ നോക്കുമ്പോൾ അങ്ങനെ ഡേറ്റ് ഇല്ല. ഇതാണ് കഥ. നമ്മളല്ല ആചാരങ്ങളുടെ പിറകെ പോവുകയാണ്. പ്രത്യേകിച്ച് ഗൾഫ് മലയാളികളുടെ കത്ത്, സഹോദരന്മാരെ, വാപ്പ അയച്ച കത്ത്, മകനയച്ച കത്ത്, ഈ കത്തൊക്കെ എടുത്ത് വെച്ചിട്ട് പൈസ എന്നുള്ളതിന്റെ ചോട്ടിൽ വരട്ടോക്കി നിങ്ങള്. അത് ചുവടാണ്. വരട്ട് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയിലൊന്നും ഉണ്ടാവില്ല. നീ അയച്ച പൈസ കിട്ടി, ഒന്നല്ലേ പറയാം, നീ കുഴലായി അയച്ചത് ഇവിടെ പണമായി കിട്ടി, അതൊരു വക ഉണ്ടാവും. നീ പൈസ ഞാൻ അയച്ചു തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് അങ്ങോട്ട്. അത് കഴിഞ്ഞ് അങ്ങോട്ട് പൈസ പിന്നെ ഞാൻ പ്രതീക്ഷിച്ച പോലെ ആയിട്ടില്ല, എങ്കിലും പൈസ നമ്മൾ വെറും പൈസയാണ്. ഇത്തരം ആവട്ടെ. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഒരുപാട് സഹായങ്ങൾ നമ്മുടെ കുടുംബത്തിനത്താണ്. പക്ഷെ ആവശ്യമില്ലാത്ത പണത്തിന് വരുന്ന കത്തുകൾ ആചാരങ്ങൾക്കാണ്. നമ്മളുടെ കുടുംബത്തിൽ ഓപ്പറേഷന് ചെലവാക്കണം, കുടുംബത്തിന്റെ അത്യാവശ്യ കാര്യങ്ങൾ. പക്ഷെ ആചാരങ്ങൾ, വിവാഹ നിശ്ചയം, അതോ പേരാമ്പ്ര വഴിക്കൊക്കെ വിവാഹ നിശ്ചയത്തിന്റെ അന്ന് കല്യാണത്തിന് വിളിക്കണ സർവാളെയും വിളിക്കണം. നിശ്ചയത്തിന് വിളിക്കാത്ത ഒരാളെ കല്യാണത്തിന് വിളിച്ചാൽ അയാൾ ചാര്യശൈലിയിൽ ഇരുന്നാണ് കല്യാണം സ്വീകരിക്കുക. എന്താ കല്യാണം ഉണ്ട്, നിശ്ചയത്തിന് വിളിച്ചോ? ഇല്ല, എന്നാണില്ല. നോക്കൂ, ആരിത് പഠിപ്പിച്ചു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഏറ്റവും ലളിതമായ വിവാഹം, ഏറ്റവും അനുഗ്രഹീത വിവാഹം, ബർക്കത്തുള്ള. നമ്മൾ ചുരുക്കാൻ തീരുമാനിച്ചാൽ ചെറുത്താൻ നമ്മളെ നിശ്ചയത്തിലുണ്ടാവും. നിങ്ങൾ പഠിക്കും. നമ്മളുടെ സമ്പത്ത് അള്ളാഹു അസ്തിത്വം നിലനിൽപ്പായിട്ടാ കാണുന്നത്. ആ സമ്പത്ത് വെറുതെ തൊലച്ചു കളയുന്ന കല്യാണമാമാങ്കം. ആകാശത്ത് കല്യാണം, വെള്ളത്തിൽ കല്യാണം, ചന്ദ്രനിൽ കല്യാണം. അള്ള ഭൂമിക്ക് പറഞ്ഞയച്ച ഇവിടെ നിലക്ക് നിൽക്കുക ആദ്യം. എന്നിട്ട് ഇവിടെ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ലളിതമായ വിവാഹം. വലുതാക്കാൻ തീരുമാനിച്ചാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വലുതാക്കാൻ എല്ലാവരും ഉണ്ടാവും. അവസാനം വലുതാക്കി കല്യാണമൊക്കെ തീരുമാനിച്ച് 2000 ആൾക്കുള്ള ഭക്ഷണം ഒരുക്കാന്ന് പറഞ്ഞു 4000 ആക്കാൻ എല്ലാവരും തീരുമാനിച്ചു. അപ്പൊ ഒരു അമ്മാവൻ വന്നു പറഞ്ഞു, എന്നാലും ഇപ്പൊ നമ്മളൊരു അങ്ങാടിയല്ലേ, അപ്പൊ അതുകൊണ്ട് നമ്മള് പിന്നെ ചിലപ്പോ വിളിക്കാത്തവരൊക്കെ ഉണ്ടാവും, അതുകൊണ്ടൊരു പുറത്തൊരു ബോർഡും വെക്കുക. അങ്ങനെ പിന്നെ പലരെയും നേരിൽ കാണാൻ സാധിച്ചിട്ടില്ല, സ്വാഗതം. അവസാനം വിളിച്ചോല് പുറത്ത്, വിളിക്കാത്തോലകത്ത്. അവസാനം ഒരു ഡോക്ടർക്കും ഭാര്യയും ഡോക്ടറാണ്. പേഷ്യന്റ് വരുന്ന പേഷ്യന്റിനെ പോലും പരിശോധനക്ക് മുഖത്തേക്ക് നോക്കാൻ പറ്റാത്ത ഗതിയായി. നിങ്ങൾക്ക് ചോറ് കിട്ടീനാവല്ലേ? ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, പിന്നെ ആരെ കിട്ടിയേ? എന്തിനീ ആചാരം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വിവാഹത്തിന് വലീമത്ത് കൊടുക്കണം. അത് കല്യാണം കഴിഞ്ഞിട്ടാ. നമ്മളെ വലീമത്ത് എപ്പോഴാ? എല്ലാം ചോറൊക്കെ എല്ലാവരും തിന്ന് ഒക്കെ കഴിഞ്ഞ് അവസാനം എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകാനാവുമ്പോ ഏതെങ്കിലും ഒരു 4 കസേര, ഒരു ടീപ്പോയി. മിക്ക കല്യാണത്തിനും സാക്ഷിയായിട്ട് ടീപ്പോയി ഉണ്ടാകുക. അപ്പൊ 2 ഫൈബർ സ്റ്റൂളും. അല്ലാത്തവരൊക്കെ പോയി കാണും. അവിടെ ഒരു കല്യാണത്തിൻ്റെതായ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാവില്ല. എല്ലാം കഴിഞ്ഞ് പോകുന്ന ആളുകളോട് വഴിയിൽ വെച്ച് ചോദിക്കുക, കഴിഞ്ഞോ? കല്യാണമൊക്കെ കഴിഞ്ഞു, ഇനി എന്തോ ഒരു നിക്കാഹത്തെ ബാക്കിയുണ്ടെന്നാ തോന്നണത്. ആലോചിച്ച് നോക്കുന്നത്, എന്താ കല്യാണം? അതൊരു സദസ് ഒരുമിച്ച് കൂടി ദീനിനെ കുറിച്ച് ഒരു 100 ആക്ക് കേൾപ്പിച്ചു കൊടുക്കാൻ ഒരു മൈക്കൊക്കെ ഫിറ്റ് ചെയ്ത് ഒരു ഉസ്താദിനെ വിളിച്ച് കുടുംബ ജീവിതത്തെക്കുറിച്ചും സ്ത്രീകളുടെ സംസ്കരണത്തെക്കുറിച്ചും പുരുഷന്മാരുടെ സംസ്കരണത്തെക്കുറിച്ചും ഒരു അരമണിക്കൂറോ 20 മിനിറ്റ് അതിനുള്ളൊരു വേദി ഒരുക്കാൻ നിങ്ങൾക്ക് കഴിയില്ലേ? വിചാരിച്ച കഴിയില്ലേ? നിങ്ങളുടെ ജീവിതത്തിലെ 50% പണി അതുകൊണ്ട് കുറഞ്ഞു കിട്ടും. ഇല്ലെങ്കിലോ വിവാഹത്തിന്റെ അന്നൊക്കെ മുസ്ലിം വീടുകളിൽ എന്താ ഹലാലു ഹറാമു ആരാ തീരുമാനിക്കുക? വീട്ടിലുള്ള വല്യാപ്പയൊക്കെ ആദ്യം തന്നെ പള്ളിക്ക് പോയി കിടക്കല. ഇനി ഞാൻ അവിടെ ഇല്ല, അള്ളാന്റെ ശിക്ഷ എങ്ങനാണ്ട് നേരിട്ട് ഇറങ്ങും, അവ ഞാൻ ഇവിടുന്ന് പോവുക. കാരണം അത്തരത്തിലാണ്. എന്തിനേറെ പറയുന്നു, പ്രത്യേകിച്ച് പിതാക്കൾ ഗൾഫിലുള്ള വീട്ടിലെ മക്കൾ 15 വയസ്സ് മുതലുള്ള കുട്ടികൾ മദ്യം കഴിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കല്യാണത്തിന്റെ തലേ ദിവസം കൊണ്ടുവന്ന് വിതരണം ചെയ്ത് അത് കുടിച്ച് കൂത്താടി. എന്തിനേറെ പറയുന്നു, പിറ്റേ ദിവസം നടക്കാനുള്ള കല്യാണത്തിന്റെ അമ്മോശന്റെ കാറ്, ഇൻഡിക കാർ പോർച്ചിൽ പോയി അടിച്ച് പൊളിച്ചിട്ട് തിരിച്ചു പോന്ന് വീട്ടിൽ വന്ന് കിടന്നുറങ്ങി. പിറ്റേന്ന് അമ്മോശന്റെ മൂത്ത് കോക്കണം എന്ന് കൂടി ആലോചിച്ചില്ല. പറഞ്ഞു, ആ മോശം കാക്കാന്ന് പറഞ്ഞാൽ മതി ബാക്കിയുള്ളവർക്ക്.
പക്ഷേ അവസാനം ആ മനുഷ്യന്റെ ഏതായാലും തീരുമാനിച്ചില്ലേ, അയാൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. കാരണം എന്താ? ഏതായാലും മക്കളെ എന്റെ അധ്വാനം മുഴുവൻ നഷ്ടപ്പെട്ടു. ഇതല്ലേ സ്ഥിതി? ഈ അന്തരീക്ഷത്തിൽ നിന്നും മാറ്റം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ദീനിയാകണം. ദീനിയായി ചുരുങ്ങിയ നമ്മളൊരു ദീനിയാണ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഏർപ്പാടുമായിട്ട് ആ വീട്ടുകാരും വരില്ല. എല്ലാരും ഇങ്ങനെ പുറത്തുനിന്ന് പറയും, നമ്മൾ കരുതിയൊന്നും ഇപ്പൊ അവിടെ നടക്കും തോന്നണില്ല കേട്ടോ, നടക്കൂല ചെറുത്താന്മാരൊക്കെ ഒഴിഞ്ഞു പോകും. പിന്നെ മാന്യത ഇസ്ലാമൊക്കെ ഉള്ളവര് ബന്ധമൊക്കെ ഉള്ളവര് ആശരി നല്ല ഇങ്ങനെ അപ്പോ പറയാ, മറ്റുള്ള മതവിഭാഗക്കാരും വിളിക്കുമ്പോ ഒരു പ്രോഗ്രാം ഉണ്ട്, ആ കർമ്മമാണ്. എന്തിനേറെ പറയുന്നു, ചില മഹല്ലുകളിലൊന്നും ആ മുസ്ലിങ്ങൾ നമ്മളെ കല്യാണം തന്നെ കണ്ടിട്ടില്ല, അവർക്ക് അറിയില്ല എങ്ങനെയൊന്നും. അപ്പൊ നിങ്ങളൊരു ചടങ്ങ് ഒരുക്കുക, അതിൽ 4 ആൾ ഉപദേശിക്കുക, അത് വധൂവരൻ കേൾക്കത്തക്ക വിധത്തിലാക്കുക. അൽഹംദുലില്ലാഹ് ഖൈർ. അപ്പൊ ഏറ്റവും ലളിതമായ വിവാഹം ഏറ്റവും അനുഗ്രഹമുള്ളത് കേട്ടോ. ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനകുമാ ഫീ ഖൈർ. അള്ളാന്റെ ആത്മാർത്ഥമായ അള്ളഹാനോടുള്ള പ്രാർത്ഥന, ആയിരങ്ങൾ നിന്നിട്ട് നമ്മളെ മക്കൾക്കും നമ്മുടെ മകൾക്കും വേണ്ടി ദ്വാർക്കുക. അതിലേറെ വലിയൊരു ബർക്കത്ത് സഹോദരന്മാരെ ആർക്കാ കിട്ടുക? അതുകൊണ്ട് വിവാഹ ചടങ്ങുകളെ കുറിച്ച് നമ്മളത് ശ്രദ്ധിക്കണം. ഇനി ചിന്തിച്ചു നോക്കൂ, വിവാഹശേഷം എങ്ങനെയാകണം ജീവിതം? നമ്മൾ പറഞ്ഞു നോക്കൂ, ജീവിതത്തില് നമ്മൾ കാണേണ്ട കാര്യങ്ങളെ കാണുകയും അറിയുകയും ചെയ്യണം. ഒരു വീട്ടിൽ ചെന്നപ്പോ 2 കോളിംഗ് ബെല്ല്. അപ്പൊ ഒന്ന് എന്നുള്ളതാണ്, അത് അടിച്ചപ്പോ സൗണ്ട്. മറ്റൊന്ന് കിണിങ് കിണി. മൂവാറ്റുപുഴക്ക് അടുത്താണ്, ആരെങ്കിലും ഉണ്ടെങ്കിൽ ചൂടായിരുന്നു. അപ്പൊ ചോദിച്ചു, എന്താ ഇത്? ഓഫീസ് റൂം. ഞാൻ പറഞ്ഞു, ഓഫീസിലായിട്ട് ഒരു പണിയില്ലാത്ത നിങ്ങൾക്ക് എന്തിനാ ഈ ഓഫീസ് റൂം? അത് നമ്മൾ ശ്രദ്ധിക്കും. ഒരു നിസ്കാര റൂം എന്ന് പേരിട്ടാൽ മതി. അവിടെ സുന്നത്ത് നിസ്കാരയിൽ നിർവഹിക്കുക, ബാക്കിയുള്ള ഫർള് നിസ്കരിക്കണ വീട്ടുകാർക്കും നിർവഹിക്കാം. അങ്ങനെ ഒരു ഓഫീസ് റൂം ഉണ്ടാക്കിയപ്പോ എന്നിട്ട് അവിടെ ഒന്ന് കിണിങ് കിണി. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനാ ഇത്? ഒന്ന് ട്രന്നടിച്ചാൽ ഉടനെ അവിടെ എത്തണം, ഇല്ലെങ്കിൽ ത്വലാഖ് വരെ സംഭവിക്കാൻ സാധ്യത ഉണ്ട്. അതാണ് 1ാമത്തെ ബെല്ലിന്റെ അർത്ഥം. അടുക്കളയേക്കാ വിളിക്കണം. 2ാമത്തെ ബെല്ല് കിണിങ് കിണിങ് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഉടനെ എത്തണ്ടൊന്നുമില്ല, വലിയ അത്യാവശ്യം. പേപ്പറേറ്റ വീണാണ് താഴത്തേക്ക്, വായിക്കണ പേപ്പർ വല്ല വീണാണ്ടല്ല, അത്രയും ഒരു വിഷമം എടുക്കാനുള്ള ഇതാര് പഠിപ്പിച്ചു? ഇത് കണ്ടിട്ട് പലരും ചോദിക്കും, ഇസ്ലാമിൽ എന്തുകൊണ്ട് സ്ത്രീ പ്രവാചകൻ വന്നില്ല? ഇസ്ലാമിക ചര്യ വായിച്ചു നോക്കിയാൽ അങ്ങനെ ഒരു ആവശ്യം കാണാൻ കഴിയില്ല. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മിഹ്നതി അഹ്ലി, തന്റെ കുടുംബത്തെ സേവനം ചെയ്യുന്നതിൽ സഹായിക്കുമായിരുന്നു. അത് പഠിപ്പിച്ച ഒരു ദൂതൻ വന്നുവെങ്കിൽ പിന്നെ അത്തരത്തിലുള്ള ഒരു ദൂതനായി ഒരു പെണ്ണിനെ പറഞ്ഞേക്കേണ്ട ആവശ്യം ഇസ്ലാമികമായ ആചാരങ്ങളിലോ കർമ്മങ്ങളിലോ വിട്ടുപോയിട്ടില്ല. ആവശ്യമുണ്ടെങ്കിൽ മതി, വെറുതെ എന്താ വരാത്ത എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു മേഖലയിൽ, എന്തിനേറെ പറയുന്നു, സ്ത്രീകൾക്ക് വരുന്ന അവരുടേതായ ശാരീരികമായ കുഴപ്പങ്ങളെ കുറിച്ച് പോലും പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിലെ ഭാര്യമാരിൽ നിന്ന് ചോദിച്ചറിയുകയും അതിന്റെ വിധി അള്ളാഹുവിന്റെ പ്രഖ്യാപനം പോലെ ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള സമീപനങ്ങളെയാണ് ദൂതൻ നമ്മളെ ബോധ്യപ്പെടുത്തിയത്. അപ്പോൾ സഹോദരിമാരെ ശ്രദ്ധിക്കുക, ജീവിതത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയണം. ഇല്ലെങ്കിൽ നമ്മളെ ജീവിതം എത്ര കൊട്ടാരമായിട്ടും കാര്യമില്ല. ചില കൂരയിലോ കണ്ടില്ലേ നിങ്ങൾ, ഉഷാറായിട്ട് റോഡിന്റെ പക്കത്ത് താമസിക്കുന്ന തമിഴ്നാട്ടുകാർ, അണ്ണാച്ചി എന്നാണ് നമ്മുടെ നാട്ടുകാരൊക്കെ വിളിക്കുക. അണ്ണ എന്ന് പറഞ്ഞാൽ സഹോദരൻ, ജി എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട. അപ്പൊ എന്തായി? ബഹുമാനപ്പെട്ട സഹോദര എന്നാണ് അണ്ണാച്ചി എന്ന് പറഞ്ഞാൽ വരാൻ പോണത്. അവര് നോക്കൂ നിങ്ങള്, ഭർത്താവ് മണ്ണ് കൊത്തുന്നു, ഭാര്യ മണ്ണ് കോരുന്നു. എന്താ? അവരെ വിവാഹത്തിന്റെ കരാറിന്റെ മുമ്പ് അങ്ങനെയാ. ചില ഗോത്രങ്ങളുടെ കൂട്ടത്തിലൊക്കെ അങ്ങനെയുണ്ട്. ഞാൻ കൊത്തും മണ്ണ്, നീ കോരുമടി എന്ന് ചോദിക്കുമ്പോ ആ സ്ത്രീ, നിങ്ങൾ കൊത്തും മണ്ണ്, ഞാൻ കൊരാം എന്ന് പറഞ്ഞാൽ അവരെ കരാറായി. അതാണ് മുപ്പർ കൊത്തുന്ന മണ്ണ് കോരിയോണ്ട് കിടക്കണേ. നമ്മുടെ കുടുംബമൊക്കെ പഠിക്കേണ്ടതാണിത്. ഗൾഫിലേക്ക് ഒരു വിസ പാസ്സായി കഴിഞ്ഞാൽ പിന്നെ നിർത്തി, പിന്നെ അങ്ങനെ ചാനൽ മാറ്റിയിരിക്കലാണ് മിക്ക വീടുകളിലും. ഞാൻ ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരെ കുറിച്ചല്ലോ പറഞ്ഞത്, നിങ്ങൾ ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. പിന്നെ അതിനനുസരിച്ചുള്ള വമ്പും സംസാരവുമായി, അയൽപ്പക്കത്തേക്കുള്ള ഓട്ടമായി, അവിടെ പറയലായി, ശമ്പളത്തിന്റെ പൂജ്യത്തിന്റെ എണ്ണം പറയലായി, അതിന്റെ വരുമാനമായി, അതിനനുസരിച്ചുള്ള ഇവിടത്തെ ആചാരങ്ങളുടെ വലിപ്പം കൂട്ടലായി. പിന്നെ എന്തൊക്കെയാണ് ആ വീട്ടിൽ ആചാരം വരുന്നത് എന്ന് എനിക്കും നിങ്ങൾക്കും അറിയില്ല. ഇത്തരത്തിലല്ല, അധ്വാനത്തിന്റെ കാര്യത്തിൽ പരമാവധി യത്നിക്കുകയും കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു ഉത്തമ കുടുംബത്തെയാണ്. നോക്കൂ നിങ്ങൾ സഹോദരിമാരെ, ഭർത്താക്കന്മാരോടുള്ള ബാധ്യതയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇൻ അമറഹാ അതാഅതുഹു, അദ്ദേഹം എന്തെങ്കിലും കാര്യം കൽപ്പിച്ചാൽ നിങ്ങൾ അദ്ദേഹത്തെ അനുസരിക്കേണ്ടതുണ്ട്.
അദ്ദേഹം നിങ്ങളിലേക്ക് നോക്കിയാൽ സറത്തുഹു, അവൾ അദ്ദേഹത്തെ സന്തോഷിപ്പിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാ, ഭാര്യമാരെ ശ്രദ്ധിക്കണം, കേൾക്കണം, നമ്മൾ ഇസ്ലാമികമായി ചിന്തിക്കണം. അതല്ലേ ഇന്ന് ഇസ്ലാമികമായി ചിന്തിക്കാനൊന്നും കഴിയാത്തത്? പരസ്പരമുള്ള സൗന്ദര്യത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ചിലപ്പോൾ ഭർത്താവ് നല്ല സൗന്ദര്യമുള്ളവനാകാം, ഭാര്യ സൗന്ദര്യം കുറഞ്ഞവരാകാം. സൗന്ദര്യം ചിലപ്പോൾ ഭാര്യ നല്ല സൗന്ദര്യവതിയാകാം, ഭർത്താവ് സൗന്ദര്യം കുറഞ്ഞവരാകാം. പക്ഷേ ഹൃദയത്തിലെ സൗന്ദര്യത്തെ മനസ്സിലാക്കണം, ഹൃദയത്തിലെ സൗന്ദര്യത്തെ മനസ്സിലാക്കണം. കല്യാണം കഴിയുമ്പോൾ തന്നെ പെണ്ണന്വേഷണം വലിയ ഒരു എന്തോ ഒരു ചന്ദ്രനിലേക്ക് പോകാനുള്ള അത്തരത്തിലുള്ള ഗവേഷണത്തെക്കാൾ വലിയ ഗവേഷണമാണ് കല്യാണ രംഗത്ത് നടക്കുക, അല്ലെ? കല്യാണത്തിനൊക്കെ പെണ്ണന്വേഷിക്കുന്ന വീടുകളിൽ പോകുന്നവർ മുസ്ലിം കുടുംബത്തില് ആദ്യം ഭർത്താവ് മകനൊന്ന് പോകും, കേട്ടോ, ഭാര്യനൊന്ന് കണ്ട് പരിചയം, അത് സുന്നത്താ, കാണണം. രണ്ടാമത്തതോ കുടുംബപരമായി ഉമ്മയെ ഉപ്പയൊന്ന് പോയി പോരണം. എന്തിനാണത്? അവർക്കൊരു ദീർഘദൃഷ്ടി ഉണ്ടാവും. എന്തിനും? ഏത് സാമ്പത്തികമതല്ല മോനെ, അത് നമുക്ക് പറ്റിയ കുടുംബമാണ്, അതൊരു നല്ല ഐശ്വര്യം. അത് കഴിഞ്ഞാൽ അവനോട് ഒരു ജീപ്പ് പോവാൻ നമ്മുടെ നാട്ടിൽ നിന്ന്, നിങ്ങൾ അറിയോന്ന് എനിക്കറിയില്ല, ഒരു ജീപ്പുണ്ട് പോവാൻ. ഡ്രൈവർ ആദ്യം തന്നെ തലേണൊക്കെ വെച്ച് പുറത്തിരിക്കല, കാരണം അദ്ദേഹത്തിന് അതിൽ സീറ്റിൽ സ്ഥലം ഉണ്ടാവില്ല. അതില് കണ്ണിന്റെ സ്പെഷ്യലിസ്റ്റ് ഉണ്ടാവും, മൂക്കിന്റെ സ്പെഷ്യലിസ്റ്റ് ഉണ്ടാവും, വീണ്ടന്റെ സ്പെഷ്യലിസ്റ്റ് ഉണ്ടാവും, എല്ലാം. സൈക്യാട്രിസ്റ്റ് മാത്രം കൂട്ടത്തിൽ ഉണ്ടാവില്ല. മനസ്സ് പരിശോധിക്കാൻ യുക്തമായ ഒരു സ്ത്രീ അക്കൂട്ടത്തിൽ ഉണ്ടാവില്ല. പറയും എന്ത് കൊട്ടത്തള നിരീക്ഷണ സമിതി, നുഴഞ്ഞുകയറ്റ സമിതി, ഓലൊക്കെ മുന്നിൽ ഇങ്ങനെ സ്വീകരിക്കാൻ നിൽക്കുമ്പോ അവരുടെ ജീവിതം എങ്ങനെയുണ്ട് യാഥാർത്ഥ്യം അറിയാൻ. ഇങ്ങനെ അല്ല നമ്മളത് നോക്കൂ, കരുതിക്കോളൂ. ഈ പരീക്ഷണത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയൊക്കെ പറ്റി പോരണമെങ്കിൽ എത്ര കഷ്ടപ്പെടണം. ആരാണ് ഈ മാന്യതല്ല തേർപ്പാട് നമ്മളെ പഠിപ്പിച്ചത്? അസ്സലാമു അലൈക്കും വലൈസ്സലാം, നിങ്ങളെ കുട്ടിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അപ്പൊ ഞങ്ങളൊന്ന് അൽഹംദുലില്ലാ, എന്നാൽ അതിൽ ആ ബർക്കത്ത് കിട്ടുക. ഇങ്ങനെയൊക്കെ പോയി നോക്കുമ്പോ അവരെന്താവും, അവരെന്ന് എന്തായാലും ഒന്ന് പറ്റിക്കണം എന്ന് കരുതി നമ്മളെ ഒന്ന് തീരുമാനിക്കും. ഇതൊന്നും ഒരു നല്ല സമീപനമല്ല. അപ്പോൾ അത്തരത്തിലുള്ള ആചാരങ്ങൾക്ക് പുറമേ കാര്യങ്ങൾക്ക് മുൻതൂക്കം നൽകുകയും കണ്ടെത്തുകയും ചെയ്യണം. സഹോദരിമാരോട് പറഞ്ഞു, വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഭർത്താവിനെ സ്വീകരിക്കാനുള്ള മനസ്ഥിതിയൊക്കെ നന്നായി കാണിക്കണം. അതില്ല ഞാൻ ഭർത്താവ് വിചാരിക്കും നമ്മളിവിടെ ഫ്ലാറ്റിൽ ഉണ്ടായിട്ടൊന്നും കാര്യമല്ല. ശബ്ദം കുട്ടികൾ കുറച്ചു നേരം കൂടി ഒന്ന് ചുരുക്കുക, എന്നാലാ ചോറ് കിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് മെല്ലെ ശാന്തമായി കുറച്ച് സമയം ഇരിക്കുക. കാരണം അവരോരോ തൊഴിൽ അവർ ഏർപ്പെട്ടുണ്ട്. കുട്ടികൾ 20 മിനിറ്റ് അതിൻ്റെ മുമ്പിൽ ഇരിക്കുള്ളൂ. ഏതും 20 മിനിറ്റ് സമയം അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുള്ളൂ. അവരുടെ ഒരു ബുദ്ധിയുടെ പ്രത്യേകതയാണ്. അപ്പോൾ ഓരോ ഡ്യൂട്ടിയിൽ ഒരു തുടരും. കുറച്ച് സമയം ശാന്തമായിരിക്കാൻ കുട്ടികൾ ശ്രദ്ധിക്കുക. നമ്മുടെ രക്ഷിതാക്കൾക്കും വീട്ടിലേക്ക് പോകാൻ അല്പസമയം കൂടി ബാക്കിയുണ്ട്. ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ കുടുംബത്തെ കുറിച്ച് എന്തിനേറെ പറയുന്നു, ഇതൊക്കെ അറിഞ്ഞ് ചെയ്യേണ്ടതാണ്. നോക്കൂ നിങ്ങൾ, മറ്റു മതവിഭാഗത്തിലുള്ള ആളുകൾ അവരെവിടുന്നാ പഠിച്ചതെന്നറിയില്ല. അവര് ഭർത്താവ് ഓഫീസിലേക്ക് പോകുമ്പോ ആ അരമണിക്കൂർ വേറെ എല്ലാ ജോലി നിർത്തിവെച്ചിട്ട് ആ ഭർത്താവിന്റെ ആ ഓഫീസ് പോക്കിനുള്ള സർവ്വ സൗകര്യം പേനയൊക്കെ എടുത്ത് ഇങ്ങനെ കൊടുത്ത്, ഒന്നും ഉണ്ടായിട്ടില്ല. പേന കാണായിട്ടല്ല, ഇത് സ്നേഹബന്ധാണ്. പേനയോടുണ്ടാവും, ഷർട്ട് ഹാങ്ങറും ഉണ്ടാവും, ഇതൊന്നും അറിയായിട്ടല്ല. പക്ഷെ ആ ഒരുങ്ങി ഒരു അരമണിക്കൂറല്ലേ, ആ അരമണിക്കൂർ ഒന്ന് കൂടെ നിന്ന് എല്ലാം എടുത്തു കൊടുത്ത് എല്ലാം വെച്ച്. പിന്നെ തമ്പി മാഷ് തന്നെ, നമ്മളൊരു മാഷുണ്ടായിരുന്നു, മൂപ്പർ കണ്ണട തെരഞ്ഞ കഥ പറയലുണ്ട്. വീട്ടില് കണ്ണട കാണാനല്ല. അപ്പൊ തമ്പിയാഷോട് വാരി അറിഞ്ഞ ആ കണ്ണട കാണാനല്ല, കണ്ണാടിക്കൊന്ന് ഉഷാറായിട്ട് നോക്കി. അപ്പൊ തമ്പിയാഷ് നോക്കിയപ്പോ മുഖത്തന്നെ ഉണ്ട്, മൂപ്പറ് തെരഞ്ഞായിരുന്നു. പക്ഷെ എന്നാ അതിന്റെ പേരിൽ ഒരു യുദ്ധം അവിടെ ഉണ്ടായില്ല. പക്ഷെ എന്തായി, വളരെ യുക്തിയോടുകൂടി കൈകാര്യം ചെയ്തു. ഇത്തരത്തിലൊരു സമീപനം നമ്മുടെ വീട്ടിൽ നിന്നുണ്ടാകണം. എന്നിട്ടോ ഒരു അതിഥി വന്നാൽ പോലും ഗേറ്റ് വരെ എന്നാ ശരി, അസ്സലാമു അലൈക്കും എന്നാ ഗേറ്റ് വരെ പോകുന്ന വലിയൊരു ബർക്കത്താ. ഭർത്താവും തന്നെ ഓഫീസിലേക്കാണ് പോകുമ്പോ ഡോറ് തുറന്ന് കൂടെ ചെന്ന് ആ ഗേറ്റിങ് എന്ന വണ്ടി കയറ്റാൻ പോകുമ്പോ അതാണ് ഭാര്യയും ഭർത്താവും. അല്ല എന്താ, അസ്സലാമു അലൈക്കും, ഞാൻ പോവാ, നാളെ ഇത് കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. ഈ കമ്പ്യൂട്ടർ സംസാരമല്ല നമുക്ക് ആവശ്യം. ഫോണിലേക്ക് വിളിച്ചാൽ അത്തരത്തിലുള്ള കമ്പ്യൂട്ടർ സിഗ്നലുകൾ കിട്ടാറുണ്ട്, അത് നമുക്ക് അവിടുന്ന് കിട്ടണില്ലേ? പക്ഷേ വീട്ടിലേക്ക് വരാൻ തോന്നണം. സുഹൃത്തെ, ഡ്യൂട്ടിക്ക് പോയാൽ ഉച്ചയായാൽ ഒന്നുമില്ല, എത്ര ഹോട്ടല് ദീനാറ് കൊടുത്താൽ തൊട്ടടുത്ത് കിട്ടുമെങ്കിലും വീട്ടിൽ ആ ഭക്ഷണം കിട്ടണമെന്ന് ആഗ്രഹിച്ച് സ്വന്തം കുടുംബമുള്ളവര് അല്ലാത്തവരെന്ത് ചെയ്യും? ഒന്നുമില്ല, ആ റൂമിലൊന്ന് ചെന്നിട്ട് ആ ചട്ടിന്നൊന്ന് തിന്നാൻ. എന്തുകൊണ്ടാ? അത് അള്ളാഹ് ഇതിന് അങ്ങനത്തെ ഒരു ബന്ധം വെച്ചതാണ്. അതുകൊണ്ട് നമ്മൾ എത്ര പൈസ കൊടുത്താലും പുറത്തുനിന്ന് കിട്ടിയാലും ആ വീട്ടിലെ ആ ഭക്ഷണത്തിനൊരു ബർക്കത്തോടു കൂടി കിട്ടും. പക്ഷെ എന്ത് ചെയ്യരുത്, ഒരിക്കലും കുറ്റപ്പെടുത്താൻ പാടില്ല. നമ്മൾ നോക്കൂ നിങ്ങളെ, ഭക്ഷണമൊക്കെ നമുക്ക് വേണ്ടി കാത്തിരുന്ന് ഭാര്യ ഉണ്ടാക്കി പാത്രത്തിലാക്കി
ടേബിളിൽ വെച്ച് കാത്തിരുന്നിട്ട് നമ്മൾ അതിന്റെ ഇടക്ക് 11 മണിക്ക് ഒരു സാൻഡ്വിച്ച് തിന്നാണ്, 12 മണിക്ക് കൂട്ടുകാരന്റെ പകരം ഹാഫ് സാൻഡ്വിച്ച് തിന്നാണ്. എന്നിട്ട് വീട്ടിൽ ചെന്ന് എന്തൊരു ഭക്ഷണം അത് എന്ന് ചോദിച്ചാ ഭാര്യ പിറ്റേ ദിവസം കഞ്ഞിയായിരിക്കും തരും. ഇവിടെ പിന്നെ കഞ്ഞിക്കരി കിട്ടാത്തോണ്ട് വേറെന്തെങ്കിലും കുറച്ചുകൂടെ ക്വാളിറ്റി മെച്ചമുള്ളത് തരും. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന്റെ ദൂതൻ, ലോകർക്ക് മാർഗം നൽകിയ ദൂതൻ, മനുഷ്യന്മാരുടെ വ്യക്തിത്വം പഠിപ്പിച്ച ദൂതൻ, മാതൃകയായ ദൂതൻ ഒരിക്കലും ഭക്ഷണത്തെ ആക്ഷേപിക്കാറില്ലായിരുന്നു. ആരാ പറയണേ? ഹോട്ടലിലെ സപ്ലയർ അല്ല പറയാറുള്ളത്, ഏതെങ്കിലും കമ്പനിയിലെ ഉദ്യോഗസ്ഥനല്ല, സ്വന്തം സഖിയാണ് പറഞ്ഞത്. ഒരിക്കലും എന്റെ ഭർത്താവായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണത്തെ ആക്ഷേപിക്കാറില്ലായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ കൂടുതൽ തിന്നും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്നുമില്ല, എനിക്ക് ഇത്ര മതി. അപ്പൊ തന്നെ മനസ്സിലാവും എന്തേ പാവല്ലേ തിന്നായിരുന്നു. പിറ്റേ ദിവസം ഒന്നുകൂടെ ഉഷാറുണ്ടാക്കി കൊടുക്കും. ഇതൊക്കെയാണ് ജീവിതം എന്ന് പറയുന്നത്. മറ്റെന്താ എന്താ പോണേ, അങ്ങനെ പോണ് എന്ന് പറയാ, അങ്ങനെ തന്നെയാ പോവുള്ളൂ. നമ്മൾ രണ്ടു കൂട്ടരും അഡ്ജസ്റ്റ് ചെയ്യണം. KSRTC പ്രൈവറ്റ് ബസ്സും പോണ പോലെ ആയാല് രണ്ടു കൂട്ടർക്കും ആളെയും കിട്ടൂല, കോഴിക്കോട്ട് എത്തും ചെയ്യും. പക്ഷെ രണ്ടു കൂട്ടർക്കും ഒരു ഉപകാരം ഉണ്ടാവില്ല, ആൾക്കാർ വോട്ട് കത്ത് കേൾക്കാറ്. ഇതേപോലെ മത്സരിച്ച് പോവില്ല, പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് എന്തുണ്ടെങ്കിലും അത് അങ്ങനെ പരിഹരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. സഹോദരിമാരും തന്നെ ചെയ്യാം. പുറത്തേക്ക് ഇറങ്ങുമ്പോ ഗംഭീരമായി ഒരുങ്ങി മാറ്റി ഇറങ്ങാൻ മുസ്ലിം സഹോദരിമാർ തയ്യാറാണ്. പ്രിയപ്പെട്ട സഹോദരി, പുറമേക്കറും ഇറങ്ങുന്ന സമയത്ത് സുഗന്ധദ്രവ്യങ്ങൾ പൂശിക്കൊണ്ടോ ആകർഷിപ്പിക്കുന്ന തരത്തിലോ നിങ്ങൾ ഇറങ്ങരുത്. നിങ്ങളുടെ നന്മക്ക് വേണ്ടി പരലോകത്ത് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അങ്ങേയറ്റത്തെ അംഗീകാരത്തിനു വേണ്ടി ഏറ്റവും ഉത്തമ സ്ത്രീയായി അള്ളാഹുവിന്റെ രേഖയിൽ നിങ്ങളെ രേഖപ്പെടുത്താൻ വേണ്ടി പറയാം. പുറമേക്കിറങ്ങുന്ന സമയത്ത് സുഗന്ധദ്രവ്യങ്ങൾ പൂശിക്കൊണ്ട് ആകർഷണീയമായ രൂപത്തിൽ അവിടേക്ക് പോകുന്നവർ 4 ആള് കാണട്ടെ എന്ന് കരുതി പോകാൻ ആഗ്രഹിച്ചു പോകരുത്. മറിച്ച് ആ സൗന്ദര്യവും ആ അഴകും ഒക്കെ സ്വന്തം വീട്ടിൽ സ്വന്തം ഭർത്താവിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുക. അതിന് കൂലി കിട്ടും. അതുകൊണ്ടാ അവരുടെ വസ്ത്രം മുഖമക്കന ധരിച്ച് മാറിടം മറച്ചുകൊള്ളട്ടെ എന്ന് ഖുർആൻ ആയത്തിറക്കിയത്. പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട പെങ്ങളെ, മാറിടം മറക്കാത്തവരോടല്ല ആയത്തിറങ്ങിയത്, മാറിടം മറച്ചവരോടായിരുന്നു. പക്ഷെ എന്താ, മാറിടം മറക്കാൻ വേണ്ടി പറഞ്ഞു. ചെകുത്താൻ സ്ത്രീകളോട് പറഞ്ഞു മഫ്തയിട്ട് ബാക്കിലേക്ക് കെട്ടിവെച്ചേക്കുക എന്ന്. അതുകൊണ്ട് ചെകുത്താന്റെ വക്താക്കളാകരുത്. അള്ളാഹുവിന്റെ ഉപദേശം സ്വീകരിക്കുന്ന നല്ല സഹോദരിമാരായി മാറണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ കാണുമ്പോൾ അഴക് തോന്നണം എന്നാണ്. അഴക് തോന്നണമെന്നാ. പുറമേക്കിറങ്ങുമ്പോ കല്യാണത്തിന് പോകുമ്പോ അവിടെയും ഇവിടെയും ചെന്നിരുന്നിട്ട് ഉഷാറായിരിക്കലല്ല. സ്വന്തം ഭർത്താവ് വീട്ടിലേക്കും ഫ്ലാറ്റിലേക്കും തിരിച്ചു വരുമ്പോ അത് സന്തോഷിപ്പിക്കുന്ന അവസ്ഥ മനസ്സുകൊണ്ടുണ്ടാവണം. അതിന് നിങ്ങൾ ഒരുങ്ങി നിന്നാൽ അള്ളാഹു അതിൻ്റെതായ പ്രതിഫലം കിട്ടും. അതിനെന്ത് വേണം? സമയം ഉണ്ടാവണം. എങ്ങനെയാ സമയം ഉണ്ടാവുക? സമയം വാച്ച് നിർത്തിച്ചിട്ട് കാര്യമില്ല. വാച്ച് നിർത്തിച്ചത് കൊണ്ട് എന്താവൂല? സമയാവൂല. സമയം നഷ്ടപ്പെടുന്നത് ശ്രദ്ധിക്കണം. എല്ലാം കഴിഞ്ഞിരുന്നിട്ട് ഇന്നിപ്പോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഭർത്താക്കന്മാര് വൈകുന്നേരം 8 മണി ഞാൻ ഫോൺ ഓഫ് ആക്കിക്കണത് വെറുതെ ഒന്നുമല്ല. നിങ്ങൾ ആ ഫാസ്റ്റ് ഫുഡ് എന്തെങ്കിലും ഒന്ന് വാങ്ങി വരണേ, ഇന്നൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഇന്ന് ടൈം കിട്ടിയിട്ടില്ല. എന്താ ടൈം കിട്ടാത്ത? 4 സീരിയൽ കഴിഞ്ഞപ്പോൾ 2 മണിക്കൂറായി. പിന്നെ ഇവിടുന്ന് ആ ടൈം കിട്ടുക എന്നാ. ടൈം കിട്ടണം. സഹോദരന്മാരെ, സഹോദരിമാരെ, ആരാന്റെ ജീവിതം കണ്ടുകൊണ്ടിരുന്ന അവനാന്റെ ജീവിതം തൊലക്കല്ലേ ഇത്? നിങ്ങൾ സ്വന്തം ഒന്ന് കാണി. ആരാന്റെ ജീവിതം കണ്ടുകൊണ്ടിരുന്നിട്ട് അവനവന്റെ ജീവിതം തൊലച്ച് കളിയാണ് അല്ലേ? നമ്മൾ സിറ്റ് ഔട്ടിൽ ഇരുന്ന് സംസാരിക്കേണ്ടതിന് പകരം കുട്ടികളെ മിണ്ടുമ്പോ മിണ്ടല്ലേ അവിടെ എന്താ പറയണെന്ന് നോക്കട്ടെ. അവനാന്റെ കുട്ടികൾ ഇങ്ങോട്ട് പറഞ്ഞാൽ കൂലി കിട്ടും, അങ്ങോട്ട് പറഞ്ഞാല് അതെന്താ കേൾക്കാത്ത? ഉമ്മമാരും തന്നെ മക്കളെ പോലും ശ്രദ്ധിക്കാതെ ഇത് കണ്ടുകൊണ്ടിരിക്കുക. മക്കളെ കണ്ടുകൊണ്ടോ കാണാതെ ആവട്ടെ, നിങ്ങള് അതൊരു ചര്യയാക്കരുത്. ഇതിന്റെ ആളുകളുമായി നടക്കുന്ന ഇന്റർവ്യൂകൾ പത്രത്തിൽ വരുന്ന നിങ്ങൾ എന്തുകൊണ്ട് ഇത്തരത്തിൽ കുടുംബ സംസ്കാരം തകർത്ത് കളയുന്ന ഇത്തരത്തിലുള്ള സീരിയൽ പുറത്തിറക്കണം? ഞങ്ങൾ കമ്പോളത്തിന്റെ ഭാഗമാണ്, അല്ലാതെ ഇത് നാട്ടിൽ സംസ്കാരം പടർന്നു. പക്ഷേ ഇത് സാംസ്കാരികമായി രോഗം പകർന്നുകൊണ്ടിരിക്കുകയാണ്. ഭർത്താക്കന്മാരായ നിങ്ങൾ എന്താ ചെയ്യാ? നല്ലൊരു റിസീവർ വാങ്ങിക്കൊടുത്തിട്ട് ഭാര്യ പറയാ, നിങ്ങൾ ഇങ്ങനെ പൂട്ടിപ്പോവുക, പുറത്തേക്ക് പൂട്ടിപ്പോവുക, ഞങ്ങൾക്ക് ശ്വാസം ഒന്നും വിടണ്ടേ, അതിന് ഞാൻ കേബിൾ കണക്ഷൻ എടുത്തുതരാ, എന്നാ ശ്വാസമായി. അതിൽക്കൂടി ശ്വാസം ഇങ്ങനെ വരും, ദീർഘശ്വാസം ആവുന്നുള്ളൂ, അതുണ്ടാവുക.
നിയന്ത്രിക്കുക. ദീനിയായി അതുവരെ പോലെ തന്നെ വിജ്ഞാനപരമായി കുട്ടികൾക്ക് കിട്ടേണ്ടത് കിട്ടണം. ഓടിപ്പോകുന്ന കുട്ടികൾ, 9ാം ക്ലാസ്സിലെ കുട്ടി കൂടെ പഠിക്കുന്ന കുട്ടികളോടൊപ്പം മാതാപിതാക്കൾ അറിയാതെ പോയി ദുബൈയിൽ ട്രെയിലർ അപകടത്തിൽ വാന്റെ അടിയിൽപ്പെട്ട് മരിച്ചപ്പോൾ കുട്ടി ഏതെന്നറിയില്ല. വീട്ടുകാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു സ്കൂളിലേക്ക് പോയതാണ്. ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കാൻ ഒരു കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ അശ്രദ്ധയും നമ്മളുടെ കാര്യവുമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു കഅന്നഹു ഖാഇദുൻ തഹ്ത ജബലിൻ യഖാഫു അൻ യഖഅ അലൈഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സത്യവിശ്വാസിയായ ഒരു മനുഷ്യൻ തന്റേതായ ജീവിതത്തിലോ മറ്റോ ഒരു പാപം കണ്ടാൽ, തെറ്റായ ഒരു കാര്യം കണ്ടാൽ, കഅന്നഹു ഖാഇദുൻ, അവൻ ഇരിക്കുന്നവനെ പോലെയാകും, തഹ്ത ജബലിൻ, ഒരു പർവതത്തിന് കീഴെ, യഖാഫു അൻ യഖഅ അലൈഹി, അവന്റെ മേൽ വീഴാൻ കാത്തിരിക്കുന്ന വലിയ ഒരു പർവതം എന്റെ തലയിൽ വന്നു നിൽക്കുന്നത് പോലെ തോന്നും. വഇന്നൽ ഫാജിറ, എന്നാൽ തമ്മാടിയായ വിശ്വാസമില്ലാത്ത ഒരുത്തൻ, യറാദുനൂബഹു, ജീവിതത്തിലെ തെറ്റുകളെ കാണും, കദുബാബിൻ, ഒരു ഈച്ചയെപ്പോലെ, മറ അലാ അൻഫിഹി, മൂക്കിന്റെ മുകളിലൂടെ നടന്നു പോകുന്ന ഈ ഈച്ചയെപ്പോലെ തോന്നും. ഫഖാല ബിഹി ഹാകദാ, ഇതുപോലെയാണത് എന്ന് പറയും. പാപങ്ങളെ കണ്ടാൽ ജീവിതത്തിൽ ഉണ്ടെന്ന് കഴിഞ്ഞാൽ തലയിലേക്ക് വീഴാനുള്ള വലിയ ഒരു കല്ലുപോലെ, വലിയൊരു മല പോലെ, പഠിച്ചോനെ എന്റെ മേലേക്ക് അത് വീഴുവല്ലോ, ഞാൻ ചെയ്യുന്ന പാപം, എന്റെ കുടുംബം ചെയ്യുന്ന പാപം ഞങ്ങളെ ഫ്ലാറ്റിന് മുകളിൽ വീഴുവല്ലോ, ഞങ്ങളെ റൂമിന് മുകളിൽ വീഴുവല്ലോ എന്ന് പ്രതീക്ഷിച്ച് പേടിച്ചിരിക്കും. സത്യനിഷേധിയാണ് നമ്മളെങ്കിലോ നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ വരുന്നത് നമുക്കറിയാം, പാപങ്ങൾ ഉണ്ടാകുന്നത് നമുക്കറിയാം. ആ ഉണ്ടാകുന്ന സമയത്തെ എന്ത് ചെയ്യൂല, സമയത്തെ നമ്മൾ കാത്തിരിക്കൂല. മൂക്കിന്റെ തലപ്പത്തിരിക്കുന്ന എന്തോ ഒരു ഈച്ച പോലെ തോന്നി, താൽക്കാലിക, അത് ചെറിയൊരു പാവല്ലേ, അതങ്ങനെ പോവുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ഒരു കുടുംബമാകരുത്. തെറ്റായ കാര്യങ്ങളെ കണ്ടാൽ പരസ്പരം ഉപദേശിക്കണം, പരസ്പരം പറയണം, പരസ്പരം അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച്. പക്ഷെ ഇന്ന് അതല്ല കാണുന്നത്. 25-30 വയസ്സ് വരെ നല്ല കുടുംബജീവിത, നല്ല ഉഷാറ അല്ലെ. നാട്ടിലൊക്കെ എത്തിയാലും ചിലര് അസൂയ കാണിക്കും. കാറിലൊക്കെ ഇങ്ങനെ പോണ് കാണുമ്പോ, ഓ എന്തായാലും അവരൊരു ജീവിതം, ചിലപ്പോ വിവാഹമോചനം ചെയ്ത് കൊണ്ടയാക്കാൻ പോവുകയായിരിക്കും, അതും കൂടി അറിയില്ല അമ്മക്ക്. അത്തരത്തിലാണ്. എന്തുകൊണ്ട് ഈ അകൽച്ച വന്നു? ഖുർആൻ, അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, സ്ത്രീയുടെ മേൽ പുരുഷൻ ആധിപത്യമുണ്ട്, ആധിപത്യമുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ, വീടിന്റെ നിയന്ത്രണം പുരുഷനാണ്. എന്താ, എല്ലാ കാര്യങ്ങളും വാപ്പ, അത് മക്കളോടും ഉമ്മ പറയണം, മക്കളെ വാപ്പ വന്നിട്ട് ചെയ്യാം. എന്തിനാ ഒരു നേതാവ്, അല്ല ഉമ്മ അത് ചെയ്തൂടെ, ഒരു 2 റിയാലിന് 2 ദീനാറിന് മക്കളെ ഉപ്പ വരട്ടെ കേട്ടോ, അല്ലെങ്കിലോ ഉപ്പനോട് നമുക്ക് കടയൊക്കൊന്ന് വിളിച്ചു വയ്ക്കാം, അല്ലെങ്കിൽ വാപ്പന്റെ മൊബൈലിലൊന്ന് വിളിച്ചു വയ്ക്കാം, ഉമ്മ നമുക്കൊന്ന് അവിടെ എന്നെ പാർക്ക് പോകല്ലെന്ന് അത് വാപ്പനോടൊന്ന് ചോദിക്കട്ടെ. എന്നാൽ ആ മക്കൾ അങ്ങനെ വളരും. മറ്റേതോ മക്കളെ ഉമ്മാനോട് പറയാം, ഉമ്മ വാപ്പാനോടൊന്ന് വിളിക്കണ്ട, വാപ്പാനോട് കഴിഞ്ഞിട്ടാണ് പറയാ എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ കാക്കണ്ട, ആ പരമ്പര കേടുവന്നു. നമ്മൾ സ്വന്തം പഠിപ്പിക്കുകയാണ്, സ്വന്തത്തെ നമ്മൾ പഠിപ്പിക്കുക. അപ്പൊ അത്തരത്തിൽ അങ്ങനെയല്ല, പുരുഷനൊരു ആധിപത്യമുണ്ട്. പക്ഷെ ആധിപത്യത്തിനൊരു കാരണം പറഞ്ഞു, ബിമാ ഫളലല്ലാഹു ബഅദുഹും അലാ ബഅദിൻ വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം, ചിലർക്ക് ചിലരേക്കാൾ ഒരു പവിത്രതയും അതിൻ്റെതായ പക്വതയും നൽകപ്പെട്ടത്, അവരുടെ ചെലവുകൾ വഹിക്കുന്നത് പുരുഷന്മാരാണ്. ചെലവ് വഹിക്കുന്നത് പുരുഷനാണ്. സ്ത്രീധനം വാങ്ങിയവരെ കഥയല്ല പറഞ്ഞത്. സ്ത്രീധനം വാങ്ങിയാല് ഭാര്യക്ക് ചെലവ് കൊടുക്കുന്നത് വാപ്പയുടെ സമ്പത്തിൽ നിന്നാണ്. ശ്രദ്ധിക്കണേ, പരലോകത്ത് അമ്മോശനെ തെരഞ്ഞെടുക്കേണ്ടി വരും നമ്മൾ. നമുക്ക് ആകെ പരലോകത്ത് എന്ന ആദ്യത്തെ പണി അമ്മോശനെ തെരയല. അവിടെ ചെന്ന് ഞാൻ ഇങ്ങനെ വാങ്ങിയിരുന്നു, 1 ലക്ഷം 2 ലക്ഷം ഒക്കെ ഉണ്ടായിട്ട് വാങ്ങിയതാണ്, 4 സെന്റ് വാങ്ങണ്ടേന്ന് കരുതി വാങ്ങിക്കൊണ്ടേത്. അദ്ദേഹത്തെ ഒന്ന് കിട്ടിയാൽ തിരക്കേടില്ലായിരുന്നു. അദ്ദേഹം പറയും, ഞാനും ഇതേപോലെ കുറെ എരന്ന് കടന്നാ നടക്ക്, നമ്മളെ നടത്തും, അതുകൊണ്ട് സൂക്ഷിക്കണം കേട്ടോ, ഇവിടുന്ന് തന്നെ കടം തീർത്തല്. വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഉടനെ അമ്മോശന് കത്തെഴുതുക, ഞാൻ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ തരാനുണ്ട്, ഇൻഷാ അല്ലാഹ് എന്റെ ശമ്പളത്തിൽ നിന്ന് 10 ദീനാർ വെച്ച് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. പരലോകത്ത് വെച്ച് വിയർക്കണ്ടെന്ന് കരുതി നിങ്ങൾ, അല്ലെങ്കിൽ കൊടുക്കാൻ കഴിയാത്തവരാണോ, പോയി അമ്മോശാക്കന്റെ കാല് പിടിക്കുക, ഇക്ക തരാൻ എന്നെ കൊണ്ട് കഴിയില്ല, പാപമാണ് നിനക്കറിയാം, നിങ്ങൾ എനിക്ക് പുറത്തു തരണം, അല്ലേ വീടൂല, ഹക്കാണത്. അതുകൊണ്ട് ഇസ്ലാമികമായ മര്യാദ നമ്മുടെ വീടുകളിൽ ഉണ്ടാവണമെങ്കിൽ
അതുകൊണ്ടാണ് ചിലരൊക്കെ ഭാര്യന്റെ കാൽക്കീഴിൽ നിൽക്കേണ്ടിയിരുന്നത്. ഭാര്യന്റെ കാൽക്കീഴിൽ പറഞ്ഞാൽ ഭാര്യ മോശാന്നുള്ളതുകൊണ്ടല്ല, എല്ലാം എന്ത് ചെയ്യണം, അല്ല ഒരു എന്ത് ചെയ്യണമായിരുന്നു, എന്ത് ചെയ്യണമെന്ന് ഭാര്യയാണ് ഇങ്ങോട്ട് പറയാ. അപ്പൊ നമ്മൾ പറയും സാരല്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ, എന്നാ അവിടെ ഇരുന്നാ മതി എന്ന് അവർക്ക് തോന്നിപ്പോയി. കാരണം എന്തായാലും ഒരു 5 കൊല്ലത്തിന്റെ ഉള്ളിൽ തിരിച്ചു തരാൻ അവർക്ക് കഴിയില്ല. അപ്പൊ ആ അധികാരം നമ്മളൊരു പ്രധാനമന്ത്രിന്റെ പോലെയാ വീട്ടില് അരിജാലു ഖവ്വാമുന അലൻ നിസാ എന്ന് അല്ലാഹ് പറഞ്ഞുകൊണ്ട് ഞാൻ ഇരുത്തിയിരിക്കും അല്ലേ. ചില ഉമ്മമാരും അങ്ങനെ തന്നെ, കുട്ടികളെ വാപ്പാന്നാ പറയാ. എന്താ അതിനൊരു പേരിട്ടാല് സ്നേഹത്തോടു കൂടി ഇക്കാന്ന് വിളിച്ചോളൂ. തിരിച്ചും ചില വീടുകളിലും ചില നാടുകളിലും ഒക്കെ ഉണ്ട്. ഏതാണ് അത്? എന്തോ ഒരു കല്ല് ഒന്നിരുന്ന പോലെ അത് എന്ന് പറയുന്നത്. അദ്ദേഹം ആരാ? ഒരു വീട്ടിലൊരാൾ വന്ന് അദ്ദേഹം ആരാ എന്ന് ചോദിക്കാം. ഭർത്താവിനെ ആണെങ്കിൽ തന്നെ മുമ്പ് പിന്നെ ഭർത്താവിന്റെ പേര് പറഞ്ഞാൽ ത്വലാഖായി പോകുന്ന കേരളത്തിലൊരു അന്തരീക്ഷമാണ്. പോസ്റ്റ്മാൻ മണി ഓർഡർ കൊടുന്നു ഭർത്താവിന് ഭാര്യക്ക് കൊടുന്നു. ഭർത്താവിന്റെ ഈ ഭാര്യ തന്നെയാണെന്ന് ഉറപ്പുവരുത്തണ്ടേ. പേരെന്താ? വീണ്ടും ചോദിച്ചു പറഞ്ഞ പേരും അവസാനം എഴുതി കൊടുത്തു. എഴുതിയാലും പോകുന്ന ആരോ പഠിപ്പിച്ചോണ്ട് അതും എഴുതാൻ ധൈര്യമല്ല. അപ്പൊ എഴുതി 50 കൂട്ടണം 50 കൂട്ടണം ദീൻ, 100 ദീൻ. അതായിരുന്നു പേര്. ഇത്രത്തോളം പേടിച്ചിട്ട് പേരെന്നെ പറയാൻ പേടിയുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതല്ല. അത് ഇത് കുട്ടികളെ വാപ്പ അങ്ങനെയൊന്നും പറയണ്ട. ഇക്ക ഫോൺ ചെയ്യുമ്പോൾ നോക്കൂ, നിങ്ങൾ 30 വയസ്സ് കഴിഞ്ഞിട്ട് ഫോൺ ചെയ്യുന്ന ഫോൺ കോള് കണ്ടാ അറിയാം നമ്മളെ ഭാര്യയെ നാട്ടിൽ നിന്ന് വിളിച്ചത്. അത് എടുക്കുമ്പോ തന്നെ എന്തോ വിളിച്ചിട്ടുണ്ട്, എന്താ എന്ന് ചോദിക്കാം. ഉറപ്പാ ഭാര്യ. എന്തുകൊണ്ട് സുഹൃത്തെ ഈ മാറ്റം നമുക്ക് വന്നു? തിരിച്ചാൽ അസ്സലാമു അലൈക്കും, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. എന്തൊരു കൗതുകമാണത്. എന്തേ അവര് നമ്മളോട് തെറ്റ് ചെയ്ത്? തിരിച്ചങ്ങനെയാലും അസ്സലാമു അലൈക്കും, എന്നാല് വെക്കാണ് കേട്ടോ, ഇൻഷാ അല്ലാ ഞാൻ പിന്നെ വിളിക്കാം, ആയിക്കോട്ടെ ഹൈറ്. അതൊക്കെയാണല്ലോ. അല്ലാതെ ഈ ഒരു സമീപനത്തിൽ നമ്മളെന്താ വിചാരിക്കറിയോ, അതൊക്കെ ചെറുപ്പകാലത്ത് കഴിഞ്ഞു പോയില്ലേന്നാ. ഇസ്ലാം പഠിപ്പിക്കണം അങ്ങനെയല്ല. നമ്മൾ അവസാനത്തെ ജീവൻ നമ്മൾ ഇന്ന് അവസാനിക്കുന്ന നിമിഷം വരേക്കും നമ്മൾ യാതൊരു അകൽച്ചയും ഉണ്ടാകാൻ പാടില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹത്തിൽ എത്രയോ വ്യത്യസ്തമായ പ്രായവും കാലവും ഒക്കെ കഴിഞ്ഞുപോയി. എന്നിട്ട് പോലും പ്രവാചകൻ മനസ്സുകൊണ്ട് സന്തോഷിപ്പിക്കുമായിരുന്നു. ഇത്തരത്തിലുള്ള ഒരു സമീപനങ്ങൾ പരസ്പരം ഉണ്ടാകണം. പരസ്പരം വീടുകളിലും ഫ്ലാറ്റുകളിലും ഒക്കെ ചെല്ലുമ്പോൾ സലാം പറയാനുള്ള മനസ്ഥിതി ഉണ്ടാണ്. ചിലര് ഡോറിന് 4 മുട്ട, മൊബൈലിന്റെ മുട്ട വരുത്താൻ 4 മുട്ട് കൊടുക്കും. ആ മുട്ട് കേൾക്കുമ്പോഴേക്ക് ഭാര്യ തുറന്നു, ഒന്നുമില്ല, ചൊറയണം. ഈ ഒരു ചോദ്യം, ചോറ് മാത്രം മതി നമുക്ക് ജീവിക്കണ്ടേ. അതുകൊണ്ട് അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് ഞാൻ രക്ഷയുണ്ടാവട്ടെ, സ്വന്തം ഭാര്യയോട് പറയാൻ കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് പഠിപ്പിച്ചത്. ഖുർആൻ അങ്ങനെ പറഞ്ഞു, തഹിയ്യത്തോടു കൂടി അത്തരത്തിലുള്ള ആചാരവാക്കുകൾ പറയപ്പെടുമ്പോൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ അത് നിങ്ങൾ മടക്കണം, അല്ലെങ്കിൽ അതിനേക്കാൾ ഉത്തമമായി മടക്കണം. ഒന്നുകിൽ അത് മടക്കുക, അല്ലെങ്കിലോ അതിനേക്കാൾ ഉത്തമമായി മടക്കുക. അതെങ്ങനെ? അസ്സലാമു അലൈക്കും നമ്മൾ പറയണമെന്ന് തന്നെ. ഓഫീസിൽ നിന്ന് ബോസ് ചീത്ത അറിഞ്ഞു ചെന്നിട്ട് അസ്സലാമു അലൈക്കും പറഞ്ഞ അവിടെ ചൂടാകല്ല. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് പറഞ്ഞ അപ്പാവ് എന്ത് ചെയ്തു? അത് ഗേറ്റ് കിടക്കുമ്പോ എല്ലാം മറക്കുക, കയറി ചെന്ന് അസ്സലാമു അലൈക്കും അലൈഹിസ്സലാം ഒന്നും അറിയരുത്. ചിലപ്പോ ഭർത്താവ് ഒരു വളരെ വിഷമത്തോടു കൂടി എല്ലാം നിർത്തുകയാണ്, ഞാനൊക്കെ സ്റ്റോപ്പ് ചെയ്യാണ്, ഞാൻ ഇനിയില്ല, ബഹ്റൈൻ നിർത്തുക എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോ വരുന്നത്. അപ്പൊ ഭാര്യയും തന്നെ ഞാനത് എന്നോ പറയുന്നുണ്ട് എന്ന് പറയുന്നവരുണ്ടാകാം. ടൈം കൂടി നിർത്ത, ഏതായാലും കുറച്ച് സമയം കൂടെ അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അപ്പോ അത്തരത്തിലൊരു അന്തരീക്ഷത്തിൽ വരുമ്പോൾ സ്ത്രീ പുരുഷനും പുരുഷൻ സ്ത്രീക്കുമൊക്കെ പരസ്പരം ഒരു ചൂടും തണുപ്പൊക്കെ നൽകുന്ന വസ്ത്രം പോലെയാണ്. അങ്ങനെ നിങ്ങളാവുക. ചിലപ്പോ ഭാര്യയായിരിക്കും കട്ടിലിൽ കിടന്നിട്ട് പനിച്ച് കിടക്കായിരിക്കും. പനിച്ച് കിടക്കുമ്പോൾ പോലും കട്ടില് കിടന്ന് വിറക്കുന്നുണ്ടാവും. അന്നേരത്തെ നമ്മൾ എന്താ കട്ടില് വിറക്കണേ? ഒന്നുമില്ല, പനിച്ചിട്ട് വിറക്കും. എന്നാ അവിടെ കിടന്നോ. 25 വയസ്സിന്റെ അപ്പുറത്താണെങ്കിലോ ആംബുലൻസ് വരെ വരുത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നമ്മൾ റെഡിയാണ്. അതിന്റെ മുകളിലായാൽ നമുക്കെല്ലാം താല്പര്യമല്ല അല്ലെ. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലൊക്കെ നമ്മളെ നാട്ടിലൊക്കെ പോയാലേ 75-80 വയസ്സായ ഭർത്താവിന് വെള്ളം തൊട്ട് കൊടുത്ത് ഇരുന്ന് അങ്ങേയറ്റഞ്ഞൊരു ചുംബനം പോലും അയാളിൽ നിന്ന് പ്രതീക്ഷിക്കില്ല, എന്നാലും വെള്ളം തൊട്ട് കൊടുത്തിട്ട് ആ കെലിമ ചൊല്ലിയാണ് കൊടുത്ത് അതുകൂടെ ആക്കി യാത്ര പറഞ്ഞേക്കുന്ന സ്ത്രീകളെ കാണാൻ കഴിയും. പക്ഷെ ഭർത്താക്കന്മാര് അങ്ങനെയുള്ളൊരു ഭർത്താവ് ഭാര്യക്ക് വെള്ളം തൊട്ട് കൊടുക്കാൻ കെലിമ ചെല്ലാൻ അവിടെ ഉള്ള ഒരു ഭർത്താവിനെ കാണാൻ കഴിയില്ല. നമ്മളെ മനസ്സ് കടുത്തു പോയതുകൊണ്ടാണ്. അത്തരത്തിലായിരുന്നു ഭർത്താക്കന്മാർക്ക് കരുത്ത് കൊടുക്കുക.
ഭാര്യമാര് പരസ്പരം അങ്ങോട്ട് കൊടുക്കുക, ഇക്ക സാരല്ല, നിങ്ങൾ ഇരിക്കി. ചിലപ്പോ നല്ല ചൂടായി വരികയാണെങ്കിൽ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് തണുപ്പിച്ച്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ എന്താ അറിയോ, ദേഷ്യം പിശാച്ചിൽ നിന്നാണെന്നാ, പിശാച്ച് തീയിൽ നിന്നാണ്. അതുകൊണ്ട് അതിനെ നിങ്ങൾ വെള്ളം കൊണ്ട് കെടുത്തുകയാണ്. അപ്പൊ ഒരു ഐസും വെള്ളമൊക്കെ കൊടുത്ത് ഒക്കെ ഒന്ന് തണുപ്പിച്ചിരുത്തി. തൽക്കാലം ഒന്നും സ്ത്രീകൾ അന്നൊന്നും പറയണ്ട, പറഞ്ഞാൽ തൊലാക്ക് മിക്കവാറും മഹലിക്ക് അപ്പൊ തന്നെ ഫാക്സ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തൽക്കാലം ഒന്നും പറയണ്ട, അവിടെ ഇരുന്ന്. കാരണം അറിയോ, വാക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ദേഷ്യം വന്ന ഉടൻ വായ പൂട്ടാനാണ്, അല്ലെങ്കിൽ എല്ലാം പറയും. വാപ്പാനോട് വരെ ചിലര് പറഞ്ഞിട്ട് വാപ്പയൊക്കെ ഇങ്ങനെ ഇരിക്കുക, അവസാനം ഈ അത് പറഞ്ഞില്ലേ, ഞാനത് പറഞ്ഞോ, പിന്നെ ആരാ പറഞ്ഞു, ഈ അല്ലേ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അത്തരത്തിൽ വാക്കുകൾ നിയന്ത്രണം വിട്ടു. പക്ഷെ വാക്കുകളെ കൊണ്ട് തന്നെ പുഞ്ചിരി വിടർത്തുന്ന വാക്കുകളാക്കി മാറ്റാൻ നമ്മൾ പഠിച്ചിരിക്കണം. അതുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ഭർത്താവിനെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ച് ഗേറ്റ് തുറന്നു കൊടുത്ത് കാർ നിറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ ഒന്നുമില്ല നടന്നു വരുന്ന സമയത്തോ ഇരുന്ന് കുടുക്കൊന്ന് കഴിച്ചു കൊടുത്ത് ഇരുത്തി ആശ്വാസത്തോടു കൂടി സന്തോഷത്തോടു കൂടി സ്വീകരിക്കുക. എന്തിനറിയോ, കൂലി കിട്ടാൻ വേറൊന്നിനല്ല. അടുക്കളയിലാണെങ്കിൽ പോലും നിങ്ങൾ അവിടെ എത്തണം. തിരിച്ചു അങ്ങനെ തന്നെ എന്ത് വിഷമങ്ങൾ ഉണ്ടെങ്കിലും പരസ്പരം അങ്ങോട്ട് കൈമാറണം. ചിലപ്പോൾ ഒരു 500 ദീനാറൊക്കെ കൂടുതൽ കിട്ടിയ സന്തോഷത്തിൽ നാട്ടിൽ അയക്കാൻ വേണ്ടി തന്നാന്നൊക്കെ പറഞ്ഞ് കിട്ടുന്ന സമയത്ത്, ലാഭമൊക്കെ കിട്ടി വരുന്ന സമയത്ത് സ്ത്രീകൾ സന്തോഷിപ്പിക്കണം ഭർത്താക്കന്മാരെ. ഹൈറായി, ഏതായാലും നല്ല മനുഷ്യൻ തന്നല്ലേ, അൽഹംദുലില്ലാ, നമുക്ക് ഇതുകൊണ്ട് ഇന്നതൊക്കെ ചെയ്യണം കേട്ടോ. എന്തൊരു പങ്കാളിയാണതൊക്കെ. പക്ഷെ നമ്മുടെ മുസ്ലിം കുടുംബത്തിലെ കാണാൻ കഴിയില്ല. ഒരു 500 ദിർഹമോ ദീനാറോ ഒക്കെ കൂടുതൽ കിട്ടിയെങ്കിൽ ഭാര്യയോട് ഭർത്താവ് പറയും, ഇന്നിപ്പോ ഒരു 500 ദീനാറ് ഇങ്ങനെ കൂടുതൽ കിട്ടി, ഇപ്പൊ എന്റെ ആങ്ങളൊപ്പം കിട്ടീന്, പണ്ട് ഇവിടെ ബഹ്റൈനിൽ ജോലി ചെയ്തപ്പോ കഴിഞ്ഞു, അതിന്റെ സന്തോഷം കഴിഞ്ഞു. നമുക്കെന്തറിയോ, വാക്കുകളെ കൊണ്ട് ആർക്കും ഒരു ആശ്വാസം കിട്ടിക്കൂടാ. ആദ്യമായിട്ട് റൂമിൽ വന്നൊരു മലയാളി ഇരുന്നാ, ഞാൻ ബഹ്റൈനിൽ നല്ല പറഞ്ഞ, പൊതുവെ മറ്റു രാജ്യമില്ല, അവനെ പരമാവധി ഒരു 10 ദിവസം കൊണ്ട് ഇട്ട് ആക്കാൻ, ജ്യൂസ് അടിച്ചാൻ മലയാളിനെ പോലെ വേറെ ആർക്കും കഴിയൂല. എന്നോട് ഇങ്ങനെ വരുന്നത് വന്നീണില്ലേ, ഇവിടെ ഇങ്ങനെ നടക്കല, മറിച്ച് അവനോട് സാരല്ല, ഈ തൽക്കാലം ഇവിടെ റൂമിൽ നിൽക്ക്, എല്ലാരും ഇങ്ങനെ തന്നെയോടോ, ഞാനും ഇതിലൊക്കെ ഒരു 10-25 ദിവസം തെണ്ടിയതാ, പിന്നെ 30ാമത്തെ ദിവസം ജോലി കിട്ടി. അപ്പൊ എന്തായി വരാ, പക്ഷെ ഓന് ആശ്വാസം ആകരുത്. അപ്പൊ എന്താവും, ഓ അടുത്ത വരവേറിനെ കാത്തിക്കാൻ, ഇനി ഈ റൂമുകാരാ പുതിയ വരിക, അവനിട്ട് വരക്കാൻ. ഇതല്ലേ റാഗിങ്, വീട്ടിലോ നടക്കണില്ലേ? അത്തരത്തിലുള്ള അന്തരീക്ഷങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ പരസ്പരം ആശ്വസിക്കുക. ഭാര്യക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ സാരല്ല, കിടക്കുക. നോക്കൂ നിങ്ങൾ, ഞാൻ ഇടയ്ക്കിടെ പറയാറുണ്ടത് പ്രസംഗത്തിൽ, യാത്രയിൽ വാഹനം ഓട്ടി പോകുന്ന ഒരു ഡ്രൈവർ, ഒരു കൂട്ടുകാരൻ ഒരു പരിപാടി കഴിഞ്ഞ് കൊണ്ടുവന്നാക്കാൻ തലശ്ശേരിയിലേക്ക് വരികയായിരുന്നു, കൂത്തുപറമ്പ് ഭാഗത്തുനിന്ന്, മൂരിയാട് നിന്ന്. അപ്പൊ അദ്ദേഹം കൊണ്ടുവരാക്കുമ്പോൾ ഇടക്കിടക്ക് കീശയിൽ നിന്ന് മൊബൈൽ ബെല്ലടിക്കുക. മൊബൈൽ ബെല്ലടിച്ചപ്പോ ഞാൻ ആ സുഹൃത്തിനോട് പറഞ്ഞു, ഫോൺ എടുക്കുമാനെ എന്ന് പറഞ്ഞപ്പോ, അല്ല അത് വീട്ടിൽ നിന്നാ. എനിക്ക് കുറഞ്ഞൊരു വിഷമായി, വീട്ടിൽ നിന്നുള്ള ഫോൺ എന്താ എടുത്തൂടെ? അത് അതിനല്ല ഉസ്താദേ, അത് ഞാൻ ഇപ്പോ രാത്രി കാർ ഓട്ടുമ്പോ ഉറങ്ങും, അപ്പൊ ഉറങ്ങാതെക്കാൻ ഭാര്യന്റെ വക മിസ് കോൾ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നായിരുന്നു. നമ്മൾ മിസ് കോൾ വിടും, മിസ് കോൾ വരെ ഉപകാരത്തിലാക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഒരുപാട് കോളുകൾ മിസ്സായി പോകുന്നുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നില്ല. ഇത്തരത്തിലുള്ള മിസ് കോളുകൾ ആകാതിരിക്കാൻ നമ്മൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, പരസ്പരം യോജിക്കുക, കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുക. എങ്കിൽ അത്തരത്തിലുള്ള ഒരു ആശ്വാസവും വരും. മക്കളുടെ കാര്യം പരമാവധി ശ്രദ്ധിക്കുക. ഈ കൊച്ചുകുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ വളരുന്ന കുട്ടികൾക്ക് അംഗീകാരം. ഇപ്പൊ നോക്കൂ നിങ്ങൾ, സമ്മാനം ഇവിടെ കൊടുത്തു, എന്തൊരു കുളിർമയോടുകൂടിയാണ് അത് വാങ്ങിയത്. പ്രിയപ്പെട്ട ഉമ്മമാരെ, SSLC റിസൾട്ട് അറിഞ്ഞു, നാട്ടില് +2 റിസൾട്ട് അറിഞ്ഞു, ഇവിടെ അറിഞ്ഞു. ചിലര് നേടി, ചിലര് D+ SSLCക്ക് നേടാത്തത് കൊണ്ട് D കിട്ടിയവർക്ക് പ്രൊമോഷൻസിന് ഉപരിപഠനത്തിന് സാധ്യതയില്ലാത്തവരുണ്ട്. ടെൻഷൻ ആക്കരുത് പ്രിയപ്പെട്ട ഉമ്മമാരെ, ടെൻഷൻ ആക്കരുത്. ഇപ്പൊ നോക്കൂ, ആത്മഹത്യ കുറഞ്ഞു റിസൾട്ട് അറിഞ്ഞാൽ. കാരണം എന്താ അറിയോ, എടാ ജയിച്ചോന്ന് വെച്ചാല് ഇങ്ങനെ എന്തൊക്കെയോ കാണുന്നുണ്ട്, അവൻ അറിയായിട്ടല്ല. തോറ്റിട്ടില്ല. എന്തേ, തോൽക്കാൻ ആർക്കും ഇഷ്ടമല്ല, നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പൊ അത്തരത്തിലൊരു വിദ്യാഭ്യാസ സമ്പ്രദായം, ഗ്രേഡിംഗ് കൊണ്ടുവന്നത് മക്കള് തളരാതിരിക്കാനാ. അല്ലെങ്കിലോ 200 കിട്ടിയിട്ട് എന്തിന് പിന്നെ വിദ്യാഭ്യാസ മന്ത്രിനെ കൊല്ലാൻ തോന്നും, അജാതി ദേഷ്യം വരും. എന്തോ ചെയ്ത തെറ്റ് ഒന്നുമില്ല, മറ്റേത് ഇങ്ങനെ ഞാൻ ഇതുകൂടി D+ വാങ്ങിയാല് അടുത്ത കൊല്ലം ഉഷാറായിട്ട് പഠിക്കായിരുന്നു അല്ലേ. അപ്പൊ അതിനുള്ള ഒരു ശ്രമം, കുട്ടികൾക്ക് കരുത്തു കൊടുക്കുക. ഏതായാലും ഇങ്ങനെ പറയാം, മോനെ ഇതുവരെ പഠിപ്പിച്ചു, സാരല്ല, ഏതായാലും ഒരു വിഷയത്തിൽ പോയിണല്ലേ, നമുക്ക് സാരല്ല, അടുത്ത ഇതിൽ ഒന്ന് ഉഷാറായിട്ട് എഴുതി നിങ്ങൾ പറയും. അതല്ല തോറ്റോ അല്ലേ അങ്ങനെ തന്നെ കണക്കൂട്ടി, പിന്നെ ആ കുട്ടിയിൽ നിങ്ങളൊന്നും പ്രതീക്ഷിക്കണ്ട. മറിച്ച് നോക്കൂ, നമ്മൾ
നമ്മളും അങ്ങനെ തന്നെ. നമ്മളെ ആരെങ്കിലും നിർവീര്യമാക്കിയാൽ നമ്മൾ അതോടുകൂടി ഡിമ്മായി പോണില്ലേ? ആ അവസ്ഥ കുട്ടികൾക്കുണ്ടാവും. പഠിക്കുന്ന കുട്ടികൾക്ക് താല്പര്യം കൊടുക്കുക. നാട്ടിൽ റിസൾട്ട് അറിഞ്ഞിട്ടുണ്ട്, കുട്ടികളും കുടുംബത്തിലും ഒക്കെ ഉണ്ടാവും. തോറ്റു എന്തിനു പറയുന്നൊന്നും പറഞ്ഞിട്ട് ചീത്ത വഴക്ക് പറയല്ലേ. വഴക്കല്ല കുട്ടികൾക്ക് ആവശ്യം, നേർവഴി രക്ഷിതാക്കൾ കാണിച്ചു കൊടുക്കണം. മക്ക് പറയാം, മോനെ 10 കൊല്ലം ഇത്രയൊക്കെ ചെയ്തെന്നു, ഏതായിരുന്നാലും ഞാൻ പ്രതീക്ഷിച്ച പോലെ നീ ഉയർന്നില്ല, ഒന്നുകൂടെ ഉയരാമായിരുന്നു. ആ കുട്ടിക്ക് അതൊരു സങ്കടം തോന്നും. ആ കുട്ടി പഠിക്കും.